അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മതപരമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും മാതൃകയാണ് കേരള മുസ്ലിങ്ങളെന്നും അതിനു കാരണക്കാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്നും നാഴികക്ക് 40 വട്ടം നാക്കിട്ടടിക്കുന്നവരാണ് അതിന്റെ പുരോഹിതന്മാർ. എന്നാൽ അതാണോ സത്യം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം കേരള മുസ്ലിങ്ങൾക്ക് നൽകിയ സംഭാവന എന്താണ്? ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് മുസ്ലിം സമുദായത്തെ അവർ എവിടെയാണ് കൊണ്ടെത്തിച്ചത്? അവർ ഈ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു മുസ്ലിങ്ങളുടെ അവസ്ഥ? ഇതെല്ലാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും സമസ്ത ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ നിൽക്കുന്നു എന്ന് അതിന്റെ പുരോഹിതന്മാർ അഹങ്കരിക്കുന്ന ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ സമസ്തയുടെ പ്രവർത്തനം എന്താണ് കേരള മുസ്ലിങ്ങൾക്ക് നൽകിയത്? പലവിധ ത്വരീഖത്തുകളുടെയും ഷെയ്ഖന്മാരുടെയും സ്വാധീന വലയത്തിൽപ്പെട്ട് ഷിർക്കിലേക്ക് ചാഞ്ചാടിയിരുന്ന കേരള മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗത്തെ ഷിർക്കിന്റെ ഗർത്തങ്ങളിലേക്ക് ചവിട്ടിത്തള്ളിയിടുക എന്ന ക്രൂരതയാണ് സമസ്ത ചെയ്തത്. അറിയാതെ പൊട്ടക്കിണറ്റിലേക്ക് വീഴാൻ നിൽക്കുന്ന ഒരുത്തനെ പിന്നിലൂടെ വന്ന് കിണറ്റിലേക്ക് തള്ളിയിടുന്ന പ്രവർത്തനമാണ് സമസ്ത ചെയ്തത്. നമുക്കറിയാം, അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ അകറ്റി ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് അടുപ്പിക്കാനാണ് സമസ്ത രൂപീകൃതമായത് തന്നെ. അത് അവർ തന്നെ പല പ്രാവശ്യം സമൂഹത്തോട് തുറന്നു പറഞ്ഞതാണ്. അതിനുവേണ്ടി അവർ സമുദായത്തെ ആദ്യം പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കുമോ അതെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്നും പെട്ടെന്ന് തന്നെ ലഭിക്കും എന്ന ഒരു വികല ആശയമാണ് ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഇവർ ആദ്യമായി അടിച്ചു കയറ്റിയത്. മാത്രമല്ല, പല വിഷയങ്ങളിലും അള്ളാഹുവും അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളും ഒരുപോലെ തന്നെയാണ് എന്ന് ജനങ്ങളോട് ഇവർ നിരന്തരം പുലമ്പിക്കൊണ്ടിരുന്നു. ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് അവരുടെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ ഇത് നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു സഖാഫി പ്രസംഗിക്കുന്നത് ആദ്യം തന്നെ ഒന്ന് കാണുക. അള്ളാഹുവിനിക്ക് ഉറക്കമില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം. ആയത്തുൽ കുർസിയിൽ പറഞ്ഞു, അള്ളാഹു താലാക്ക് തൂക്കിയോർക്കോ അല്ല ഉറക്കില്ല. വലിയ അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. സഹോദരങ്ങളെ, കേട്ടല്ലോ, ഇതാണ് ഇവന്മാർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ ആദർശം. കാരണം അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ വലിയനുണ്ട്. അള്ളാഹുവിന് മയക്കുമില്ല, തൂക്കിയുറക്കില്ല, ഉറക്കൊന്നുമില്ലല്ലോ. ലാ തഖുദു സിനത്തും വലാ നൗം. അള്ളാഹുവിന് ഇതൊന്നും ഇല്ലാതിരിക്കണം. അവനാണ് അള്ളാഹു. കാരണം അള്ളാഹുവിനോട് ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള കോടാനുകോടി ജീവജാലങ്ങളും മനുഷ്യരുമെല്ലാം ഏതൊരു കാര്യം അള്ളാഹുവിനോട് തേടിയാലും അത് അള്ളാഹു കേൾക്കണം. അള്ളാഹു ഉറങ്ങാൻ പാടില്ല, തൂക്കിയിറക്കുണ്ടാകാൻ പാടില്ല, മനുഷ്യന്റെ ന്യൂനതകളോ ദൗർബല്യങ്ങളോ അള്ളാഹുവിനുണ്ടാകാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ഔലിയാക്കളും. അപ്പൊ നിങ്ങൾ ഔലിയാക്കളോട് എന്ത് വേണമെങ്കിലും ഏത് സമയത്തും എവിടുന്നും ഏത് ഭാഷയിലും എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോ. കാരണം എന്താ? ഔലിയാക്കളും അള്ളാഹുവിനെ പോലെ തന്നെയാണ്. അവർക്കും ഉറക്കമില്ല, മയക്കമില്ല, തൂക്കിയിറക്കമില്ല. 24 മണിക്കൂറും ഓരോ സെക്കൻഡും കർമ്മനിരതരാണ് അവര്. എന്നാലോ ഒരു ഇടക്കിടക്ക് പറയും ചെയ്യും, ഏതൊരു വലിയ തട്ടിപ്പോയി കഴിഞ്ഞാൽ പറയും മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്രമാണ് അവർക്ക്. അപ്പൊ എങ്ങനെയോട് നിങ്ങൾ വിശ്രമിക്കുക? മരിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഡബിൾ പണി കൂടല്ലേ? 100 ഇരട്ടി പണി കൂടുകയാണ് നിങ്ങൾ ഔലിയാക്കൾക്ക്. കാരണം എല്ലാത്തിനും മറുപടി പറയണം. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയുള്ള ഏത് മനുഷ്യർ ഏത് ഭാഷയിൽ എപ്പോ വിളിച്ചാലും അതിനൊക്കെ സഡൻലി ഉത്തരം കൊടുക്കണ്ടേ? പിന്നെ എങ്ങനെ നിങ്ങൾ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളല്? അതോടെ ഇരിക്കട്ടെ. സഹോദരങ്ങളെ, ഇത് കേവലം ഇങ്ങനെ യാദൃശികപരമായിട്ട് പറഞ്ഞു പോവല്ല. അള്ളാഹുവും വലിയും ഒന്നാകുന്നു എന്നാണ് അവരെ അടുത്ത വാദം. കേട്ടോളി. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷെ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യുക. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മും അച്ചൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെക്കുറിച്ച് അള്ളാഹു താല ഹുറാക്കി. അടിമ അൽ ഹുർരിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ? ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാന് എന്നേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ
ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണ്ട, അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല, അത് വേണ്ട. സഹോദരങ്ങളെ, ഇതാണ് ഇവന്മാരുടെ വാദം. ഇതാണ് ഇവന്മാർ രാവും പകലും ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? ഈ വലിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് കുതുബിന്റെ മോൾക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളായി മാറി. പിന്നെ അബ്ദുൽ ഖാദർ ഇല്ല, പിന്നെ ഖാദറേ ഉള്ളൂ. അബ്ദുർ റഹീമില്ല, റഹീമുള്ളൂ. അബ്ദുർ റഹ്മാനില്ല, റഹ്മാനേ ഉള്ളൂ. പിന്നെ അള്ളി മൂപ്പരും തമ്മിൽ വ്യത്യാസമല്ല. മറ്റത് അതുവരെ പറഞ്ഞിരുന്നത് അള്ളാന്റെ അടിമ, റഹ്മാന്റെ അടിമ, ഖാദറിന്റെ അടിമ, റഹീമിന്റെ അടിമ എന്നായിരുന്നു. പിന്നെ ആ അബ്ദാണ് പോയി. പിന്നെ ഒക്കെ ഞാനും അള്ളിയും ഒരുപോലെയാണ്. ഇതാണ് ഇവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ ആദർശം. എന്താ തെളിവ്? സി എം മടവൂര്. ആ സി എം മടവൂര് ഈ മർത്തബിക്ക് എത്തിയ ആളാണ്. പിന്നെ മൂപ്പര് അവസാന കാലത്ത് അള്ളാഹ് സുഖപ്പെടുത്തുന്നല്ല പറഞ്ഞിരുന്നത്, ഞാൻ സുഖപ്പെടുത്തി തരാ, എല്ലാ അസുഖവും ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം മൂപ്പര് അള്ളയാണല്ലോ, അനല്ലാന്ന് മൂപ്പര് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അപ്പൊ ആ ദർജയ്ക്ക് കുത്തുബിന്റെ മുകളിൽ കിടന്നിട്ട് ആ അബ്ദ് എന്നുള്ളത് കട്ട് ചെയ്ത് പിന്നെ മൂപ്പര് റഹീമായി, റഹ്മാനായി, ഖാദറായി, എല്ലായി മൂപ്പര്. ഇനി എന്താണ് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ബാക്കി? എവിടേക്കാണ് നിങ്ങൾ ഈ സമുദായത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? മാത്രല്ല ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ നന്മകളും അള്ളാഹുവിൽ നിന്നാണെന്നല്ല, അത് മടവൂരിൽ നിന്നാണ്. ഏത് മടവൂര്? 35 കൊല്ലം മുമ്പ് കോഴിക്കോട് മടവൂരിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരു സാധാരണ മനുഷ്യന്റെ ആരോഗ്യം പോലും ഇല്ലാതിരുന്ന, ഒരു മാനസിക രോഗിയായ, ഒരു പടുഭ്രാന്തനായി നടന്നിരുന്ന, ശരീഅത്തിന്റെ ഒരു നിയമങ്ങളും പാലിക്കാതെ നടന്നിരുന്ന ഒരു മനുഷ്യൻ, അയാൾ അള്ളാന്റെ സ്ഥാനത്തേക്ക് എത്തിയെന്നായി പറയണത്. എല്ലാ നന്മകളും അയാളിൽ നിന്നാണ് അത്ര. കേട്ടോളി. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്ര തീവ്രതയുള്ള മുശ്രിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയിൽ ഉണ്ടായിരുന്ന സംശയമാണ്. എനിക്കും നിങ്ങൾക്കും ദുനിയാവും ആഖിറവും എല്ലാം തരാനുള്ളത് മടവൂരാണ്, എല്ലാ നന്മകളും മടവൂരിൽ നിന്നാണ്. ചോദിക്കട്ടെ, എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹ്ക്കുള്ള സ്ഥാനം? നിങ്ങൾക്ക് ആഖിറത്തിലും തരാനുള്ളത് മടവൂര്, ദുനിയാവിലും തരാനുള്ളത് മടവൂര്, എല്ലാ നന്മകളും മടവൂരിന്ന്, എല്ലാ തിന്മകളും മാഞ്ഞു പോകുന്നതും മടവൂരിൽ നിന്ന്. നിങ്ങൾ എവിടെ എത്തി? എന്താണ് നിങ്ങൾ ഈ സമുദായത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കൊടിയ ശിർക്കിന്റെ മറവിലാണ് നിങ്ങൾ ഈ സമുദായത്തിനെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമുദായം ഇപ്പൊ എത്രത്തോളം അതിന് നിന്ന് തരുന്നുണ്ട് എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ സഹോദരങ്ങളെ, ഈ മടവൂർ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ 35 കൊല്ലം മുമ്പ് കോഴിക്കോട് നിന്ന് മരണപ്പെട്ടു പോയ ഈ മാനസിക രോഗി, ഈ ചങ്ങായി അള്ളാഹുവിലാണ് ലയിച്ച ആളാന്നാ പറയണത്. അവിടെ പിന്നെ എല്ലാം ആയല്ലോ. അള്ളാഹുവിലാണ് ലയിച്ച ആളാണ്. കേട്ടോളി. അള്ളാഹുവിൽ ലയിച്ചു പോയി സി എം വലിയുള്ളാഹി. അള്ളാഹു അല്ലാത്ത ചിന്തയിൽ നിന്ന് മാറി. നമ്മളെപ്പോഴും ലയിച്ചിരിക്കുന്നത് ദുനിയാവില്ല, ദുനിയാവിന്റെ ചിന്തയില്ല. അള്ളാഹുവിൽ ലയിച്ചു പോയി സി എം വലിയുള്ളാഹി. അള്ളാഹുവിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി ബന്ധപ്പെട്ടതിലൊക്കെയുള്ള ലയനം. വിശുദ്ധ ഖുർആനിൽ ലയിക്കുക, നിസ്കാരത്തിൽ ലയിക്കുക, ദിക്റിൽ ലയിക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലയിക്കുക. അങ്ങനെ പല ലയനങ്ങളുമുണ്ട്. അതെല്ലാം അള്ളാഹുവിലുള്ള ലയനങ്ങളാണ്. അതല്ല സി എം വലിയുള്ളാഹി പറഞ്ഞതായി വൈലത്തൂർ യൂസുഫ് അൽ ബുഖാരി അൽ ജീലാനി തങ്ങൾ പറഞ്ഞത്. ആലമിൻ്റെ തുടക്കം മുതൽ ആലമിൻ്റെ അവസാനം വരെ എന്നെ പോലത്തെ ഒരാൾ വന്നിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? സി എം വലിയുള്ളാഹി പറയുന്നതിൻ്റെയൊക്കെ ചെറിയൊരർത്ഥമെങ്കിലും മനസ്സിലാക്കാൻ കഴിയണം. അപ്പം അത് പഠിക്കാൻ മൗലിദുൽ ഹുസ്നൈനി ആദ്യം പഠിക്കണം. മൗലിദുൽ ഹുസ്നൈനി പഠിച്ചവർക്ക്, മനസ്സിലാക്കിയവർക്ക് എന്താണ് സി എം വലിയുള്ളാഹി പറഞ്ഞത് എന്ന് തിരിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലയിക്കുക, അത് ഔലിയാവിനുണ്ടാകുന്ന, പ്രഗത്ഭരായ ഔലിയാവിനുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മടവൂര് അള്ളാഹുലാണ്ട് ലയിച്ചു. എങ്ങനെ ലയിച്ചു? ആദ്യം ദിക്റിൽ ലയിച്ചു, പിന്നെ ഖുർആനോത്തിൽ ലയിച്ചു, പിന്നെ നിസ്കാരത്തിൽ ലയിച്ചു, പിന്നെ മുത്തുനബിയിൽ ലയിച്ചു, അവസാനം ഒന്നായിട്ട് അള്ളാഹുലാണ് ലയിച്ചു. ഇടങ്ങളെ ലയനത്തിന്റെ കോലം, മടവൂര് ഖുർആനിലും നിസ്കാരത്തിലൊക്കെ ലയിച്ച കോലം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാ. ഇനി പറ വേണ്ടി വന്നാല് അയാൾ മാനസികമായി നിസ്കരിക്കലില്ലായിരുന്നോ? എന്താ നിങ്ങളെ നിസ്കാരത്തിലെ ലയനം? എന്താ നിങ്ങളെ ഈ ലയനം? ഇത് കേരള കോൺഗ്രസ് ലയിക്കണ മാതിരിയുള്ളോ? PC ജോർജ് മാണിയിൽ ലയിച്ചു. ഒരു പത്രസമ്മേളനം വെച്ചിട്ട് ഇന്നു മുതൽ നമ്മൾ ഒന്നാകുന്നു, ഇരുമയും ഒരു മനവും, ഇനി ഞങ്ങൾ ഒന്നാകുന്നു എന്ന് പത്രക്കാരുടെ മുമ്പിൽ വീമ്പളക്കിയിട്ട് എന്നിട്ട് തരം കിട്ടിയാലും തക്കം കിട്ടിയാലും മാതൃസംഘടന പാരക്കും, അതിനെതിരെ നേരെ പ്രവർത്തിക്കും, അതിന്റെ കുറ്റം കുറവൊക്കെ പറയും, അതൊന്നും കൂടി പുലർത്താൻ നോക്കും. നല്ല കേരള കോൺഗ്രസിന്റെ ലയനം.
ആ ലയനത്തിന്റെ മാന്യത പോലും നിങ്ങളെ ലയനത്തിന്. ദിക്റിൽ ലയിച്ചു, നിസ്കാരത്തിൽ ലയിച്ചു, മുത്തനബിയിൽ ലയിച്ചു, എന്നിട്ട് അള്ളാഹുൽ ലയിച്ചു, എന്നിട്ടോ അള്ളാഹു റസൂലും പറഞ്ഞതിന് നേരെ എതിരെ ചെയ്യുക, അതിനൊക്കെ പാരക്കുക, ആ ആദർശത്തിന് മൊത്തം പാരക്കുക. അതാങ്ങളെ ലയനം. ഇതല്ല നിങ്ങളെ ലയനം. ആരപ്പി ലയിക്കണത്? ഈ തലക്ക് വെളിവില്ലാതെ നടന്നിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് യൂസുഫുൽ ബുഖാരി ബൈലത്തൂർ പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് എനിക്ക് തുല്യനായി ആരുമില്ല എന്ന് മടവൂർ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയാ, ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മൗലൂദുൽ ഹുസ്നയും വായിക്കണം. എന്താ സാധനം? സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സിഹാഹ് സുത്ത പോലുള്ള വളരെ പ്രാമാണികമായ ഗ്രന്ഥം എന്ന് വിചാരിച്ചങ്ങള് ഈ പൊട്ടനെ ഇതിന്റെയൊക്കെ മൗലിദ് കിതാബ് ഇപ്പം കുത്തിക്കിറിച്ച കീറ കിതാബ് എന്നിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഷറഹുണ്ട് മത്രത്തുൽ ഹുസൈൻ 900 പേജല്ല, അതും വായിച്ചോളി. സമുദായത്തിന് അതാളുള്ള പണി. ഇതുണ്ടാക്കി കീറ കിതാബൊക്കെ കൊണ്ടുപോയി കണ്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കല്. എടോ, ശിവകാശി കൊണ്ടുപോയി തൂക്കി വിറ്റാൽ അത് പടക്കണ്ടാക്കാൻ പൊട്ടിക്കാതുകൊണ്ട് വേറെ എന്തിനാ പറ്റിയ? ഇതുണ്ടാക്കിയ കീറ കിതാബ്, ഈ കുത്തിക്കുറിച്ച ഈ വിഷലിപ്തമായ ഈ കിതാബുകള് അല്ലെങ്കിൽ കുട്ടികളെ പമ്പേഴ്സിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നല്ല, വേറെ എന്തിനാണോ അതൊക്കെ പറ്റുക? അതൊക്കെ സമുദായത്തിന്റെ പ്രമാണം തന്നെ ഇരിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? യൂസുഫുൽ ബുഖാരി പറഞ്ഞ കാര്യമുള്ളോ? യൂസുഫുൽ ബുഖാരി എന്താ പറഞ്ഞ ബൈലത്തൂർ തങ്ങള് അച്ചങ്ങായി എന്നെ പറട്ടെ. അപ്പൊ അത്തരം സ്ഥാനം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാരാണ്. ആ ചരിത്രം പരിശോധിച്ചാൽ CM-നോട് കടകമണിക്ക് പോലും തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല. അതാണ് അദ്ദേഹം പറഞ്ഞു, മിൻ ഇബ്തിദായി വുജൂദിൽ ആലമി അല്ലാന മിസ്ലി. എന്നോട് പറയാൻ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒരാളില്ല കേട്ടോ, ഒരാളില്ല. ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാന മിസ്ലി. എന്താണ് നിങ്ങൾ ഈ പറയണത്? ഇങ്ങക്കാ വെളിവില്ലാതായപ്പോ അത് മടവൂരിനോ? എനിക്ക് പതാ സംശയം. ആർക്കാ വലിയ വിരാന്ത്? മടവൂര് പറഞ്ഞിട്ടുണ്ടത്രേ, ലോകത്തിന്റെ ഉത്ഭവം തൊട്ട് എനിക്ക് തുല്യനായി ഒരാളുമില്ല. ലോകത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും നബിമാരും മനുഷ്യകുലം തന്നെ പിറവിയെടുക്കുന്നതിന്റെ മുൻപ് മുതല് ലോകാവസാനം വരെ മടവൂരിന് തുല്യനായി ഒരാളുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരെ സ്ഥാനം എവിടെയോ? മഹാന്മാരായ ഔലിയാക്കളെ സ്ഥാനം എവിടെ? ഓനൊക്കെ മടവൂരിന്റെ താഴെ എന്നല്ല ഇപ്പൊ ഈ പറഞ്ഞത്. എനിക്ക് തുല്യനായി ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ടാണ് ഈ പറഞ്ഞത്. എല്ലാ ഗുണങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മടവൂരിന് തുല്യനായി പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് ഒരാളുമില്ല. ഇതിലും കൊടിയ കുഫ്ർ ലോക ചരിത്രത്തിൽ ആരും പറഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഈ 1.5 പുരോഹിതന്മാരല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കാണല്ലേ സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം? നിങ്ങളാണല്ലേ 1 നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മാതൃകയായ ഒരു സമൂഹത്തോട് വാർത്തെടുത്തത് തന്നെ. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ പുലമ്പി ഇച്ചങ്ങായിണ്ടല്ലോ ഈ വൈലത്തൂർ യൂസുഫുൽ ബുഖാരി. ഇച്ചങ്ങായി മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങള് ഈ മടവൂരിന്റെ പേര് പറഞ്ഞിട്ടാ മരിച്ചത്. കേട്ടോളി. ഖുത്ബുൽ ആലമുമായി ബന്ധിച്ച മഹാന്മാർ മുഴുവനും വൈലത്തൂർ തങ്ങൾ പാപ്പങ്ങനെ വഫാത്താകുന്നത്. അല്ലാഹ് 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 സിയം എന്താണ് അതിന്റെ പിന്നിലൊക്കെ ഉള്ള രഹസ്യം? ഏതാണ് ആ ലോകം? ഓ, എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? ഏതാണ് ആ ലോകം? ഇത് ഈ ലോകത്തിലൂടെ ഒരുതരം രോഗാണിത്. ഒരു മുസ്ലിം മരിക്കണ സമയത്ത് അവന്റെ അവസാന കലിമത്ത് എന്താ? ഇതിങ്ങനെ ശരണം വിളിക്കണ മാതിരി സി എന്ന് വിളിച്ചിട്ട് ജീവൻ പോലെ മനുഷ്യൻ. ഒരു മനുഷ്യന്റെ മരണത്തിനെ കുറിച്ച് അവസാന കലാമിനെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കണം എന്താ? മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുത്തന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാ. ഇവിടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലേ? അല്ലാഹ് 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 വെച്ചിട്ട് സിയം എന്നിട്ട് അയാള് പോയി. ഇതാണ് ഈ വൈലത്തൂർ തങ്ങളാർ സാധനം. അച്ചങ്ങായാണ് പറഞ്ഞത്, പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് എനിക്ക് തുല്യനായി ആരുമില്ല എന്ന് പിരാന്തൻ മടവൂർ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ഉണ്ടാവും? ഏഴോ തലക്ക് വെളിവില്ലാത്തൊരു മാനസിക രോഗി എന്തൊക്കെ പറയും? അത് അതിന്റെ വൈക്ക് വിടുക. അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അതങ്ങനെ വലിയ വേദവാക്യായിട്ട് വലിയ സംഭവമായിട്ട് ഇസ്ലാമിന്റെ വലിയ പ്രമാണമായിട്ട് ഇങ്ങനെ പൊലമ്പിക്കൊണ്ട് നടക്കുക. ഇതുപോലത്തെ തങ്ങന്മാരെന്ന് പറയുന്ന സാധനങ്ങള് ഇവരൊക്കെയാണ് സമുദായത്തിന്റെ നേതാക്കന്മാര്. മനസ്സിലായോ? ഇയാളും വലിയ ആണത്രേ. ഇയാൾക്കും കണ്ടമാനം കറാമത്ത് ഉണ്ടെന്നാ പറയണത്. കറാമത്ത് ഉണ്ട് എന്ന് മാത്രല്ല, മൂപ്പര് വെറുതെ ഇരിക്കുമ്പോ മുമ്പ് ഹോബി തന്നെ കറാമത്ത് പ്രകടിപ്പിക്കലായിരുന്നല്ലോ. കേട്ടോക്കി. ഈ പോറ്റുമോൻ അപ്പുറത്ത് മഴക്കാലായതുകൊണ്ട് മത്സ്യങ്ങളൊക്കെ വയലിലേക്ക് കയറി വരുന്ന ടൈമാണ്. അദ്ദേഹം ഒരു വല വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി. ഇവരിങ്ങനെ തിണ്ണയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വയലത്തൂർ പാപ്പ പറയുന്നതൊക്കെ അന്ന് കറാമത്തായിരുന്നു. എത്രയോ സ്ഥലത്ത് മഴ വർഷിപ്പിച്ചത്, കുറേ സംഭവങ്ങൾ പാപ്പ പറയുന്നൊക്കെ അങ്ങനെ കറാമത്ത് പ്രകടിപ്പിക്കുക, അതായിരുന്നു അന്നത്തെ പണി. പറഞ്ഞ അങ്ങനെയാവും. അക്കൂട്ടത്തിൽ പാപ്പ രസമായിട്ട് പറഞ്ഞു, മോനെ നീ വെച്ച വലയിൽ ഒരു ബിലാൽ കുടുങ്ങിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന കണ്ണൻ പറഞ്ഞ മീൻ.
ഇദ്ദേഹം നേരെ ചെന്ന് നോക്കുമ്പോൾ നല്ലൊരു കണ്ണന് കുടുങ്ങി. അതെടുത്ത് അദ്ദേഹം അടുക്കള ഭാഗത്തിലൂടെ വന്ന് സിയം വലിയുള്ളാഹി അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ടവരുടെ അരികിൽ കൊണ്ടുചെന്ന് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോ ഇങ്ങനെ ബിലാലിനെ കിട്ടി. ഓലൊക്കെ ബിലാൽ എന്നാ പറയും. കിട്ടി. അത് അടുക്കളയിൽ കൊണ്ടുപോയി കൊടുക്കുക. അദ്ദേഹം അത് കൊടുത്ത് നേരെ തങ്ങളെടുത്ത് വന്നേക്കന്നെ തങ്ങൾ പറയാം, നിന്റെ വലയിൽ 2 ബിലാൽ കുടുങ്ങിയിട്ടുണ്ട്. തങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിൽ നിന്നല്ലേ പറയുന്നത്. ഉടനെ അദ്ദേഹം വീണ്ടും ചെന്ന് നോക്കുമ്പോ 2 എണ്ണം കുടുങ്ങി. അത് കൊണ്ടുവന്ന് അടുക്കള ഭാഗത്തിലൂടെ തന്നെ വന്ന് സിയം വലിയുള്ളാഹിനെ കാണിച്ചു. ബഹുമാനപ്പെട്ടവര് അപ്പോഴും പറഞ്ഞു അത് അടുക്കളയിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ തങ്ങളെ അകത്തേക്ക് സിയം വലിയുള്ളാഹി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ കറാമത്ത് അവിടെ ഉണ്ടല്ലോ, ആവശ്യത്തിന് പ്രകടിപ്പിച്ചാൽ പോരെ. എന്താ മഹാനവറുകളുടെ പോരിശ? വൈലത്തൂർ പാപ്പ അക്കാലത്തൊക്കെ പറയുന്നതെല്ലാം കറാമത്തല്ലാതെ മുമ്പ് തൊള്ളിയെന്ന് ചാടലല്ല. എത്രയോ സ്ഥലത്ത് മുമ്പ് കറാമത്തോണ്ട് മഴ വർഷിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ മൂപ്പരെ പണിന്നെ കറാമത്ത് പ്രകടിപ്പിക്കലിരുന്നത്ര. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊലയും ഇങ്ങനെ പിന്നെ തിന്നിട്ട് ഇങ്ങനെ പല്ലിൽ എല്ലിന്റെ അടി കയറിയിട്ട് പല്ല് കുത്തിങ്ങനെ ഇരിക്കുമ്പോ വെറുതെ ഇരിക്കല്ലേ, വേർപ്പിന്റെ പരിപാടി ആതാലില്ലല്ലോ, വേർക്കുന്ന പരിപാടി ഇല്ലല്ലോ, കുറച്ച് കറാമത്തൊക്കെ പ്രകടിപ്പിക്കന്നെ. എന്നിട്ട് നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടിട്ട് ഇന്ന് ഉച്ചക്ക് വൈരത്തൂർ തങ്ങളുടെ പ്രത്യേക കറാമത്ത് ഷോ ഉണ്ടായിരിക്കുന്നതാണ്, നോട്ടീസ് അടിക്കലുണ്ടെന്ന് അറിയില്ല. ഇന്നെന്താ മൂപ്പരെ കറാമത്ത്? മീൻ കിട്ടിയ കറാമത്ത്. ഏതോ ഒരുത്തം വലട്ടാലോ. അപ്പൊ വൈലത്തൂർ തങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? നിന്റെ വലയിൽ ഒരു കണ്ണൻ കുടുങ്ങിയിട്ടുണ്ട്. കണ്ണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം ഭാഗത്ത് പറയുന്ന ഒരു മീനിന്റെ പേരാണത്, വരാല് എന്നൊക്കെ പറയും. അങ്ങനെ പോയി നോക്കുമ്പോ അതിൽ ഒരു കണ്ണനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, നിന്റെ വലയിൽ 2 എണ്ണം കുടുങ്ങിയിട്ടുണ്ട്. പോയി നോക്കുമ്പോ 2 എണ്ണം ഉണ്ട്. ഇതാണ് അപ്പൊ കറാമത്ത്. അങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊക്കെ എത്രമാതിരി കറാമത്തുണ്ട്. എനിക്ക് മീൻ കൊടുത്തൊരു ഹോബിയുള്ള ഒരു മനുഷ്യനാ. നമ്മൾ പറഞ്ഞ മാതിരി പലയിടത്തും ചിലപ്പോൾ വലയിൽ ഇങ്ങനെ പോയി നോക്കും മീൻ ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത മീൻ ഉണ്ടാവും, ചിലപ്പോൾ പറഞ്ഞ മാതിരിയുള്ള മീൻ ഉണ്ടാവും. ഇതൊക്കെ കറാമത്താ. അങ്ങനെ മൂപ്പര് പറഞ്ഞ മീനായിട്ട് ഇങ്ങനെ മടവൂരിന്റെ അടുത്ത് പോയപ്പോ മടവൂരിന്റെ പകരം ഉപദേശം, തങ്ങളെ കറാമത്തൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷെ അതൊക്കെ ആവശ്യത്തിന് പുറത്തെടുത്താ പോരെ. ഇങ്ങനെ ആവശ്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ സമുദായത്തിനെ ഇങ്ങനെ പ്രലോഭിപ്പിക്കാൻ നിൽക്കണ, ഈ കൗമിനെ എങ്ങനെ ഇതാക്കാൻ നിൽക്കണ, അതൊക്കെ അവിടെ ഇന്നോട്ടെ. ആവശ്യമുള്ള സമയത്ത് മാനകായുധമുള്ള ഈ കറാമത്ത് എന്ന സാധനം ആവശ്യമുള്ള സമയത്തൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുക, സമുദായത്തിനെ പേടിപ്പിക്കാനും കുരുത്തക്കേട് കാട്ടി പേടിപ്പിക്കാനൊക്കെ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മൂപ്പര് ഭയങ്കര കറാമത്തിന്റെ ഉടമയായിരുന്നു. കറാമത്താണ് വെച്ച് കെട്ടന്നെ. മുണ്ടിയാലും കറാമത്ത്, മുണ്ടിയില്ലെങ്കിലും കറാമത്ത്, നോക്കിയാലും കറാമത്ത്, നോക്കിയില്ലെങ്കിലും കറാമത്ത്. എന്തൊക്കെ മുമ്പരെ ചുറ്റുഭാഗത്തുണ്ടോണോ അതൊക്കെ മുമ്പരെ കറാമത്ത്. ഈ വൈലത്തൂർ തങ്ങളെ വേറെ കറാമത്ത് കേട്ടോളി. കറാമത്ത് ചാർജ് ചെയ്യണ കോലം കണ്ടോളി നിങ്ങള്. വൈലത്തൂർ പാപ്പൻ്റെ അടുത്ത് ചെന്നാൽ കൊടുവള്ളി വെള്ളിയാഴ്ച വരും. എന്നിട്ട് മടവൂർ പറമ്പിൽ തന്നെ പറയാ. അപ്പം ഇങ്ങനെ ഒരു വരി ഇങ്ങനെ ഒരു വരി അങ്ങനെയും വരും. അതിൻ്റെ അപ്പുറത്ത് പെണ്ണുങ്ങളെ വരിയും വരും. അത്ര ആൾക്കാരുണ്ടാവും? ഒരുപാട് ആളുണ്ടാവും. എല്ലാം ജുമാൻ്റെ മുമ്പ് നോക്കി വിടും. അപ്പോൾ ചെന്നപാട് ഒരു ചായ ഉണ്ട് അവിടെ. ആചാര്യ വീട്ടിലൊരു അധികാരിയാണ്. അവിടെ ചായ ഉണ്ടാവും. ആ ചായ കുടിച്ചിട്ട് കട്ടുമ്പക്കാരും മലനാടെ കിടക്കും. കണ്ണും ചിമ്മിയിട്ട് ഇങ്ങനെ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാണ്. എല്ലാവരും പറയും ഉറങ്ങാണ്. അപ്പം എല്ലാവരും നിൽക്കുകയാണ് കാത്തിട്ട്. ഇങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടാവും അകത്തുനിന്ന് ഒരു പെൺകുട്ടി ഒരുത്തരുള്ള നിങ്ങളുള്ള ക്ലാസ്സിൽ ജ്യൂസുമായിട്ട് വരുന്നത്. ഈ ഉറങ്ങുന്ന മഹാനുണ്ടല്ലോ, പെട്ടെന്ന് എങ്ങനെയാ ജ്യൂസ് വാങ്ങി. അപ്പോൾ ഉറങ്ങുന്ന മഹാനെങ്ങനെ അത് കണ്ട്, ആ വെള്ളം കൊണ്ടുവന്ന് മഹാനെങ്ങനെ കണ്ടത്? വൈലത്തൂരങ്ങളാ. ചില്ലക്കാരൊന്നുമല്ല വൈലത്തൂർ തങ്ങൾ. അതെ അതെ. അപ്പൊ വൈലത്തൂർ തങ്ങള് ചില്ലറക്കാരനൊന്നുമല്ല, നോട്ടുകാരൻ തന്നെയാണ്. എന്താ കാര്യം? വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു മഹാനവറുകള്. എന്താ തെളിവ്? മൂപ്പര് കൊടുവള്ളി ഭാഗത്ത് ഭക്തർക്ക് ദർശനം കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തില് മൂപ്പരെ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും, തലങ്കം പെലുങ്ങും. അതങ്ങനെയുള്ള കൗമിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. തങ്ങള് എന്ന് കേട്ടാൽ മതിയല്ലോ, അവിടെ പോയി ചുരുണ്ടുടി കൊടുക്കുമല്ലോ. അങ്ങനെ പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ മൂപ്പരിങ്ങനെ കിടന്ന് മലർന്ന് ഇങ്ങനെ തൊള്ളയും പൊളിച്ചിട്ട് കിടന്നുറങ്ങിയിരിക്കും, കൂർക്കം പൊളിച്ചിട്ട് ഇങ്ങനെ അതിന്റെ എഫക്റ്റ് ഒക്കെ മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കിടക്കുമ്പോ കൗമിങ്ങനെ ചുറ്റുഭാഗത്ത് കൂടി നിൽക്കുകയാണ്. തങ്ങപ്പാപ്പ ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ ആ തിരുദർശനം വാങ്ങിയിട്ട് സായുജ്യം അടഞ്ഞു പോകാമായിരുന്നു എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കണ് കൗമ്. അപ്പൊ പെരന്റെ ഔത്തുനിന്ന് ഒരു പെൺകുട്ടി ജ്യൂസ് ഇങ്ങനെ കുത്തി കലക്കിക്കാണ്ട് തങ്ങപ്പാപ്പാക്ക് മോന്താൻ വേണ്ടിയിട്ട് ജ്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോ ഉടനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന തങ്ങപ്പാപ്പ ഉടനെ ചാടി എണീറ്റ് ആ ജ്യൂസ് വാങ്ങി. അപ്പൊ മഹാനായ തങ്ങളുപ്പാപ്പ കിടന്നുറങ്ങുന്ന തങ്ങളുപ്പാപ്പ എങ്ങനെ അറിഞ്ഞു ആ ജ്യൂസ് കൊണ്ടിരുന്ന കാര്യം? കറാമത്തല്ലേ? എടോ, നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ വരുന്നു പറഞ്ഞ മാതിരി തിന്നാനും കുടിക്കാനും കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ഉറങ്ങല്ല, ബോധം കെട്ട അവിടുന്ന് ഈശ്വരങ്ങള്. അതിനല്ലേ കാര്യമായിട്ട് നിങ്ങൾ ഈ സമുദായത്തിനെ പറ്റിക്കണ തന്നെ.
അതാവുമ്പോ വലിയ കറാമത്ത്, വൈലുത്ത് തങ്ങൾ കറാമത്ത്. മനസ്സിലായോ? ഇത്തരത്തിലുള്ള അനവധി നിരവധി കറാമത്തിന്റെ ഉടമയാകുന്നു വൈലുത്തൂർ തങ്ങള്. മുപ്പരെ കറാമത്ത് പ്രകടിപ്പിക്കലാണ് മുപ്പരെ ഹോബി തന്നെ. ആ വൈലുത്തൂർ തങ്ങളാണ് മൊഴിഞ്ഞത് എന്ത്? പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് മടവൂരിന് തുല്യനായി ആരുമില്ല. അതുകൊണ്ട് പറയാനുള്ളൊക്കെ മടവൂരിനോട് പറഞ്ഞോളി, ചോദിക്കോളൊക്കെ മടവൂരിനോട് ചോദിച്ചോളി, എല്ലാം സഡൻലി കിട്ടും. പോരെങ്കിൽ തെളിവ്, സമുദായത്തിന് തെളിവ് അതുപോലെ. ഇങ്ങനത്തെ ഒരു മടവൂരുണ്ടാവുമ്പോ പിന്നെ എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണത്? മാത്രല്ല അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല, നേരിട്ട് അള്ളാഹിനായിട്ട് കണക്ഷൻ തന്നെ പാടില്ല എന്ന് അവര് കാലാകാലായിട്ട് പഠിപ്പിച്ചു കൊടുക്കണത്. കാരണം അള്ളാഹു ട്രാൻസ്ഫോമർ പോലെയാണ്, അടുത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഇപ്പൊ ഒരു പുതിയ ഉദാഹരണം വളക്കിയിട്ടുണ്ട്, മൊബൈൽ ചാർജർ. കേട്ടോളി, നിങ്ങൾ മൊബൈലിന്റെ ചാർജർ കണ്ടിട്ടില്ലേ? എന്തിനാ മൊബൈലിന് ഒരു ചാർജർ? ആ മൊബൈലിൽ തന്നെ 2 കമ്പി ഉണ്ടെങ്കിൽ അതങ്ങ് കുത്തി കൊടുത്താൽ പോരെ. എന്താ അങ്ങനെ ചെയ്യാത്തത്? മൊബൈലിന് എന്തിനാ ചാർജർ വെച്ചത്? മൊബൈലിന്റെ ചാർജർ ഇല്ലെങ്കിൽ മൊബൈലിന് 2 പിന്നാണ് അവിടെ എങ്കിൽ ആ പിന്ന് ഡയറക്റ്റ് നാം സാധാരണ കുത്തുന്ന പ്ലഗിലേക്ക് അങ്ങ് കുത്തി കൊടുത്താൽ മൊബൈൽ അങ്ങ് കരിഞ്ഞു പോകും. എന്താ കാരണം? അത് താങ്ങാനുള്ള പവർ താങ്ങാനുള്ള കഴിവ് മൊബൈലിനില്ല. അപ്പോൾ ചാർജർ മൊബൈലിന് എന്താവണം? ചാർജറിന്റെ പിന്ന് കുത്തി കൊടുത്ത് പ്ലഗിൽ കുത്തിയാൽ അതിൽ നിന്ന് അതിന് ഈ മൊബൈലിന് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പവർ അതിൽ നിന്ന് സ്വീകരിച്ച് മൊബൈലിലേക്ക് കൊടുക്കും. വലിയ ട്രാൻസ്ഫോമർ, ആ വലിയ ട്രാൻസ്ഫോമർ നേരെ ഈ ബൾബ് കത്താൻ പറ്റുമോ? ജനറേറ്റർ കൊടുക്കാൻ പറ്റുമോ? വലിയ ട്രാൻസ്ഫോമറിലേക്ക് ജനറേറ്റർ കരിഞ്ഞു പോകൂലേ? അപ്പോൾ അതിങ്ങനെ പാകപ്പെടുത്തി ട്രാൻസ്ഫർ ചെയ്ത് വരണം. അപ്പോൾ ലോകത്തിന് ആവശ്യമായ സർവ്വ കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസ്ഫോമറാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മുത്തനബിയെ മുഹബ്ബിലുൽ ആലം, ലോകത്തിന്റെ ട്രാൻസ്ഫോമറായി പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യം ആ ട്രാൻസ്ഫോമറിലേക്കാണ് അല്ലാഹു തആല സൃഷ്ടികൾക്ക് കൊടുക്കാനുള്ളതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുള്ള പക്വതയിൽ അല്ലാഹു ഒരൊറ്റ സൃഷ്ടിയെ പഠിച്ചിട്ടുള്ളൂ, എല്ലാവരും ആ പവറിൽ പഠിച്ചാൽ എങ്ങനെ? അപ്പൊ ഈ അല്ലാഹു തആലാന്റെ കഴിവാണ് എല്ലാവർക്കും കിട്ടേണ്ടത് തന്നെ നടക്കും അല്ല എന്നാണാലും അള്ളാഹിന്റെ കഴിവന്നെ കിട്ടുന്നത്. അള്ളാഹ് ഡയറക്റ്റ് എനിക്ക് തരാന്ന് വിചാരിക്കണ്ട, ചത്തുപോകും കാഫറായി, സൂൽ ഖാത്തിമയിൽ ചത്തുപോകും. കേട്ടില്ലേ സമുദായമേ? അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് എനിക്കൊരു കാര്യം ചെയ്തിരുന്നു വിചാരിക്കണ്ട. അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല, ചത്തുപോകും. മനസ്സിലായോ? എന്താണ് ഇവരൊക്കെ സമുദായത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗ് ആണ്, നമ്മൾ മൊബൈല്. അപ്പൊ മൊബൈലിൽ നേരിട്ട് പ്ലഗ് കുത്താൻ പാടില്ല. അതായത് നമ്മളാകുന്ന മൊബൈലാകുന്ന ഈ അടിമകള് അള്ളാഹുവിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കാൻ പാടില്ല. അതിന്റെ ഇടയിൽ ഒരു ചാർജർ വേണം. ആ ചാർജർ ആരാണ്? അതാണ് അമ്പിയാ ഔലിയാക്കള്. ആ ചാർജർ മുഖേനല്ലാതെ അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല, അവിടുന്ന് സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിലക്കും സമുദായത്തിന് അള്ളാഹുവിലേക്ക് അടുക്കാൻ സമ്മതിക്കൂല തന്നെ. മനസ്സിലായോ? പിന്നെ ട്രാൻസ്ഫോമർ ആരാ? അള്ളാഹുവിനോടാണ് ഈ തുലനപ്പെടുത്തുന്നത്, താരതമ്യം ചെയ്യുന്നത്. എടോ, അള്ളാഹുമായ ഒരു കാര്യത്തിന് താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് അതുപോലെ അറിയില്ല. എനിക്ക് എവിടുന്നാണ് ഇതൊക്കെ വണ്ടി കയറി വരുന്നത്? ആ ട്രാൻസ്ഫോമറിനായിട്ട് നേരിട്ട് ജനറേറ്റർ കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിങ്ങനെ കരണ്ടിങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ പാകപ്പെടുത്തി ഇങ്ങനെ കൗമിന്റെ അടിക്ക് കൊടുക്കണം, ജനറേറ്റർക്ക് കൊടുക്കണം, ബൾബ് മുക്ക് കൊടുക്കണം. ആ പാകപ്പെടുത്തുന്ന ആൾക്കാരാണ് അള്ളാന്റെ ഔലിയാക്കള്. അവിടെ ട്രാൻസ്ഫോമർ കൊള്ളടുക്കരുത്, പ്ലഗൊക്കെ മൊബൈൽ നേരിട്ട് കുത്തരുത്. ഇതിന്റെ ഇടയിൽ ഇടയാളന്മാർ വേണം. അതാണ് അള്ളാന്റെ ഔലിയാക്കള്. ആ ഇടയാളന്മാരോട് ചോദിച്ചോളി, വാക്കങ്ങ് തരും. സമുദായമേ, ചിന്തിച്ചോ, ഇവരാണോ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? ആണോ? ഇവർ നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കാൻ വന്ന ജൂത പിശാചുക്കളാണ്. ജൂതന്റെ അച്ചാരം പറ്റിയവന്മാരാണ് ഇവര്. മനസ്സിലായ ഞങ്ങൾക്ക്? കഴിഞ്ഞിട്ടില്ല, കേട്ടോളി. കേരള മുസ്ലിങ്ങള് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ഒരു ഖുറാഫി പുരോഹിതനും പറഞ്ഞിട്ടില്ലാത്ത, ഇന്ന് വരെ ഒരുത്തനും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത അപകടകരമായ വാദം ഈ സഖാഫി ഖുറാഫി തന്നെ പറയട്ടെ. കേട്ടോളി. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം. മഹാനായ അർശ്, ഏറ്റവും ഉന്നതമായ അർശ്, ആ അർശിന്റെ ഉടമയായ അല്ലാഹു, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും മുകളിൽ ഈ പ്രപഞ്ചത്തിന്റെ എൻഡിങ് പോയിന്റ്, ഈ പ്രപഞ്ചത്തിന്റെ ലാസ്റ്റ് എൻഡിങ് പോയിന്റ്, അവിടെ അല്ലാഹു തആല നിലനിർത്തിയ സൃഷ്ടിയാണ് അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ. അത് അർശിനേക്കാളും വലുതാണ്, അർശുൽ കരീമിനേക്കാളും വലുതാണ്. കാഴ്ചയിലും അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനത്തിലും അർശുൽ അദീം. ആ അർശുൽ അദീമിന്റെ ഉടമയായ, സൃഷ്ടാവായ, നിയന്താവായ അല്ലാഹു, അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇവൻ ഈ പറയണത്? എന്തടിച്ച് കേറ്റിട്ടാ ഇവൻ ഈ പറയണത്? അതെനിക്ക് മനസ്സിലാകാത്ത. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബായ അല്ലാഹു. ആ അല്ലാഹു ഉണ്ടല്ലോ, അത് മുത്തുനബിയാണ്.
ഇവിടെ കേരള മുസ്ലിം ചരിത്രത്തിൽ സമസ്തയുടെ 1 നൂറ്റാണ്ട് പാരമ്പര്യത്തിൽ 1 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ എത്രയൊക്കെയോ വിഷം കൂടിയ പുരോഹിതന്മാരോട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ റബ്ബുൽ അർശിൽ അലീം, അലീമായ ആ അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് എന്ന് പറഞ്ഞാൽ, ആ അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയാണ് എന്നുള്ളത് ഇന്ന് വരെ ഏതെങ്കിലും ഖുറാഫി പുരോഹിതൻ പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? കാന്തപുരം വളർത്തിയെടുത്ത ശിഷ്യനാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മത്തം കുത്തിയ കുമ്പളം മുളക്കൂല. മനസ്സിലായോ? സമുദായമേ, നിങ്ങൾ ഇവരെ ഭയപ്പെടണം, പേടിക്കണം. നിങ്ങൾ വരെ നിങ്ങളുടെ ഈമാനും സമ്പത്തും എല്ലാം ഊറ്റിയെടുത്ത് നരകമാകുന്ന അഗാധ ഗർത്തത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയാൻ വേണ്ടി വന്ന ജൂതചാരന്മാരാണ് ഇവര്. ഇന്ന് വരെ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ട് ഈ വാദം? അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുത്തുനബി എന്നുള്ളത് ലോകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഖുറാഫി നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എവിടുന്ന പുനക്ക് ഇതൊക്കെ കിട്ടിയത്? ഇനി ഏതെങ്കിലും ഒരു സാധു ഇവന്റെ ഈ ഫിത്തനകളൊക്കെ മനസ്സിലാക്കി, ഇവന്റെ ഈ കള്ളത്തരൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊന്നും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളഹാനോട് ചോദിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സാധു അള്ളഹാനോട് നേരിട്ട് ചോദിച്ചു നോട്ടിക്കോള്, അതിന് സമ്മതിക്കൂല. അപ്പൊ ഓൻ ചൊറിച്ചില് ഓനെങ്ങനെ നൊരഞ്ഞു പൊന്താണ് ഇസ്ലാമിനോടുള്ള തൗഹീദിനോടുള്ള പക. അപ്പൊ അത്ര ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടോളി. പല ആളുകളും മൗലിദുൽ ഹുസ്നൈനി ഓതി റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ കാണുന്നവരുണ്ട്, അല്ലാതെ കാണുന്നവരുമുണ്ട്. അവർക്കൊക്കെ അതുകൊണ്ട് അതിന്റെ ഫലം അറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഏതൊക്കെ ത്വരീഖത്തിൽ പെട്ടുപോയി എന്ന് അറിയാൻ കഴിഞ്ഞു. ആ ത്വരീഖത്തിൽ പെട്ടുപോയി വാട്സപ്പ് ത്വരീഖത്ത്, എന്തൊക്കെയോ പേരിലുള്ള വാട്സപ്പ് ത്വരീഖത്താണ് ഇപ്പോൾ ഉള്ളത്, കുരുത്തംകെട്ട ത്വരീഖത്തുകൾ. ആ ത്വരീഖത്തിൽ പെട്ടുപോയി. ആ ത്വരീഖത്തിന്റെ നേതാവ് പറയുന്നു, ഒരു മൗലിദും ഓതാൻ പാടില്ല, മൗലിദുൽ ഹുസ്നൈനി ചൊല്ലാൻ പാടില്ല, ഒരൊറ്റ വലിയന്റെ ഖബറിലേക്കും സിയാറത്ത് ചെയ്യാൻ പോകാൻ പാടില്ല, ഒരു വലിയനെയും സമീപിക്കാനും പാടില്ല, അള്ളാഹിനോട് മാത്രം ചോദിക്കുക. നമ്മൾ തന്നെ അള്ളാഹിനോട് മാത്രം ചോദിച്ചാൽ നമ്മൾ ഔലിയാവും, നമ്മൾ വലിയാവും. അപ്പൊ പിന്നെ വേറെ ആരും നമ്മൾ സമീപിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്, പറ്റിക്കപ്പെടുന്നുണ്ട്. അത് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അപകടം. എന്താണ് അപകടം? ഇവന്റെ മൗലിദുൽ ഹുസ്നി എന്ന് പറഞ്ഞ ഈ പീറ കിതാബ് ഉണ്ടല്ലോ, ഈ ചവറ്, ഇത് വായിച്ചിരുന്ന ചില ആൾക്കാർക്ക് തൗഹീദ് തലീകേരി ഉണ്ടാവും, തൗഹീദ് മനസ്സിലായിണ്ടാവും. ഈ ചവറൊന്നും വീട്ടിൽ കടുപ്പിക്കാൻ കൊള്ളൂല, ഇതൊന്നല്ല ഇസ്ലാമിന്റെ അടിത്തറ എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളഹാനോട് മാത്രം നേരിട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അതുപോലെ പറ്റണില്ല. അപകടമാണ്. അള്ളഹാനോട് മാത്രം നേരിട്ട് ചോദിക്കാൻ പറ്റൂല. നമ്മളെ മൗലിദുൽ ഹുസ്നൈൻ ഇങ്ങനെ വായിച്ചിട്ട് എല്ലാ കണ്ടു കാണക്കപ്പെട്ട അലവലാദികളോടും ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കണ എല്ലാ അലവലാദികളോടും ഇങ്ങനെ മുന്നിൽ പോയിട്ട് അവരോട് ചോദിച്ചോളീ, അള്ളഹാനോട് നേരിട്ട് ചോദിക്കരുത്, അത് അപകടമാണ്. മാത്രമല്ല നിങ്ങൾ മടവൂരിനെ പിടിച്ചോ കേട്ടോളി. സംശയം ഔലിയാണോ അല്ലേ സംശയമുള്ളവരൊക്കെ വിട്ടോളി, ഔലിയെന്ന് ഉറപ്പുള്ളവരെ പിടിച്ചോളി. മടവൂർ തങ്ങൾ വലിയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനത്തെ മഹാന്മാരെ നമ്മൾ പിടിച്ചാൽ നമ്മൾ ഈമാൻ സലാമത്താവും. അവരോട് ഡയറക്റ്റ് സഹായം തേടാം. അതല്ലേ നമ്മൾ മടവൂർ മൗലിദിൽ അതല്ലേ സഹായം തേടിയത്? നേരെ മടവൂർ തങ്ങളോട് എത്ര സ്ഥലത്ത് സഹായം തേടുന്നുണ്ട്. പിന്നെ എന്തിനാ പോലെ അന്ന് വെച്ചത്? അത് വ്യക്തം. അതിൻ്റെ തെളിവെന്തിനു പറയണോ? മടവൂരും എൻ്റെ ഭാര്യയും എൻ്റെ വിശ്വാസം അനുസരിച്ച് രണ്ടാളും അള്ളാൻ്റെ പടപ്പാടാണ്, അള്ള കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്നവരാണ്. എൻ്റെ ഭാര്യനോട് ഈ കുഞ്ഞാത്തോ ഇന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇജ് കാഫറായി പോകുമോ? അതോ കുഞ്ഞാത്തോ നീ നിമിത്തമായി നീ കാരണമായി അള്ളാഹു എന്നെ സഹായിക്കട്ടെ എന്നാ പറയേണ്ട കുഞ്ഞാത്തുവിനോട്? അതന്നെയാണ് തെളിവ്. ഇത് ഖുർആനും ഹദീസൊന്നുമല്ല. വഹാബികൾ പറയാ, ജമാഅത്ത് ഇസ്ലാമി വഹാബികൾ പറയാ എന്ത്? മടവൂരിനോട് സഹായം തേടുന്നിടത്ത് മാത്രം മടവൂരെ സഹായിക്കണം എന്ന് പറയാൻ പാടില്ല. പിന്നെ ഡോക്ടറോട് സഹായം തേടുമ്പോൾ അത് പറ്റും. അതെങ്ങനെ? ഡോക്ടറും മടവൂരും രണ്ടും പടപ്പാണ്, രണ്ടും അള്ളാഹു വെച്ച കാര്യകാരണങ്ങളാണ്. അപ്പോൾ ഭാര്യനോടും ഡോക്ടറോടും എന്നെ സഹായിക്കണമെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റുമെങ്കിൽ, കാര്യകാരണമായിരിക്കാൻ പറ്റുമെങ്കിൽ, അതേ കാര്യകാരണമാണ് വലിയും നബിയും, അവരോടും പറ്റും എന്നെ സഹായിക്കണേന്ന്. നമ്മളെ മടവൂർ മൗലിദില് മടവൂരിനോട് എത്ര സ്ഥലത്ത് നേരിട്ട് സഹായം തേടുണ്ട്. അതിനെന്താ തെളിവ്? എന്തിനാ? ഖുർആൻ സുന്നത്തൊക്കെ എന്തിനാ തെളിവ്? എന്റെ ഭാര്യയായ കുഞ്ഞാത്തുനോട് കുഞ്ഞാത്തോ ഇത് സഹായിക്കണേ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ്. എടാ കുഞ്ഞാപ്പോ, അതുപോലെ തന്നെയാണോ കുഞ്ഞാത്തോ എന്ന് വിളിക്കണ മാതിരിയാണോ മടവൂര് എന്ന് വിളിക്കണത്? അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിക്ക് പണിക്ക് വരുന്ന അമുസ്ലിമായ കുഞ്ഞാണ്ടി ഉണ്ടല്ലോ, കുഞ്ഞാണ്ടിയെ ഇതൊന്ന് തെങ്ങ് തുറന്നു തരണേ എന്ന് പറയില്ലേ? അതും കുഞ്ഞാത്തോ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞതും മടവൂര് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു ഒരുപോലെയാണോ? ഒരേ രീതിയിൽ ഞങ്ങൾ കാണുന്നത് തന്നെ. സാധാരണ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന കേവല സഹായത്തേട്ടം അങ്ങനെയാണോ നിങ്ങൾ മടവൂരിനുള്ള സഹായത്തേട്ടം കാണുന്നത് തന്നെ? എന്തൊക്കെ ഹമാക്കത്തുകളായി ചെങ്ങായി പറയണത്. ഇവനൊന്നും ലെവലേഷൻ ബുദ്ധിയില്ലേ?
പിന്നെ 1-ാം ക്ലാസ് വരെ പോയിട്ടില്ലേ, നേരെ സക്കാഫി ബിരുദം തലയിക്കാണ് വെച്ചു കൊടുത്തതാ? തന്നെ അങ്ങനെ ഉണ്ടാവും, ചിലപ്പോ പറയാൻ പറ്റൂലേ. എന്നിട്ട് പറയാ വലിയാണെന്ന് ഉറപ്പുള്ള നിങ്ങൾ പിടിച്ചോളി, സംശയമുള്ളവരെ വിട്ടോളി. മടവൂര് വലിയ നമുക്ക് ഉറപ്പ് തന്നെയാണ്. ഇവിടെ മടവൂര് മുസ്ലിമാണോ അല്ലേ എന്നുള്ള സംശയമുണ്ട്. എന്നിട്ടല്ല വലിയ നിസ്കരിക്കാത്താൻ വലിയോ, നോമ്പ് നോക്കത്താൻ വലിയോ, സ്വന്തം ഉമ്മ സലാം പറഞ്ഞിട്ട് മടക്കത്താൻ വലിയോ, ഓ മുസ്ലിമാണെന്ന് വരെ സംശയമാണ്. ആ മടവൂരിനെ പിടിച്ചോളി, വല്ലാത്തൊരു പിടിച്ച നിങ്ങൾ തന്നെ പിടിച്ചോളി, നിങ്ങളെ പിടിച്ച് മുറുക്കി പിടിച്ചിടന്നോളി. സമുദായത്തിന് മുഴുവൻ പിടിച്ചാൽ കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. സമുദായമൊക്കെ കയറ് പൊട്ടിച്ച് പോയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ചങ്ങായിക്ക് മാത്രം കേരളത്തിലെ ഒരു കുബൂരി പുരോഹിതനും ഒരു ഖുറാഫി പുരോഹിതനും ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത, ഓർക്ക് ആർക്കും കേട്ടു പരിചയമില്ലാത്ത ചില പൊട്ടൻ വാദങ്ങള്, ചില വാദങ്ങളുണ്ട് ഇവന്. എവിടുന്ന ഇവന് കിട്ടി എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഇവന്റെ ചില വാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവന് തലക്ക് തീരെ വെളിവില്ല. എവിടുന്ന് നീച്ചിരവം അഥവാ വല്ലതും അടിച്ച് കേട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും. ഇവന്റെ ചെറിയ വിചിത്രമായ ഒരു വാദം കേട്ടോളി. സ്വർഗത്തിലുള്ള സൗകര്യങ്ങൾ അപേക്ഷിച്ച് ഭൂമിയിലുള്ള സൗകര്യം ഒരു ടോയ്ലറ്റുള്ള സൗകര്യത്തിന് അത്രേ ഉള്ളൂ. ആദം നബി അലൈഹി സ്വലാം ഭൂമിക്ക് വന്നതും ആവശ്യത്തിനാണ്. അതേറ്റ് വരാൻ കാരണം എന്തെന്നെയാണ്? ഭൂമിയിൽ സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹി സ്വലാം തിന്നാൻ പറ്റാത്ത ഒരു സാധനം തിന്നല്ലോ. ഒരു മരത്തിൻ്റെ ഏതോ ഒരു മരത്തിൻ്റെ കായ തിന്നുപോയി. അത് തിന്നാല് വയറിളക്കുണ്ടാവും, തിന്നുപോയി. പക്ഷെ സ്വർഗത്തിൽ ആ വയറിളക്കുണ്ടായി. സ്വർഗത്തിൽ അതിന് ഉള്ള ടോയ്ലറ്റ് ഒന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ ടോയ്ലറ്റ് ഇല്ല. അപ്പൊ ആദം നബി സ്വലാമിന് ബേജാറായി എന്ത് ചെയ്യുന്നു? അപ്പൊ അല്ലാഹു തആല എന്ന് പറഞ്ഞ് ഭൂമിക്ക് പോയിക്കോളിയും, ഭൂമിയിൽ നിന്ന് ആക്കാതെയാണ്. അങ്ങനെ ഭൂമിക്കാണ് ആദം നബി അലൈഹി സ്വലാം പിന്നെ പറഞ്ഞത്. അപ്പോൾ ഭൂമി സ്വർഗത്തിൻ്റെ ടോയ്ലറ്റാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മേലിൽ അല്ലാഹു തആല പാപം പൊറുക്കുന്ന തൗബ സ്വീകരിച്ചു. പാപം പൊറുക്കുന്ന വിധത്തിൽ, മുഴുവൻ പാപങ്ങളും പൊറുക്കുന്ന വിധത്തിൽ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന്റെ തൗബ സ്വീകരിച്ചു. അതെന്നാ തൗബ സ്വീകരിച്ചത്? ആദം നബി അലൈഹി ഇസ്ലാമിന് പാപമുണ്ടോ? ആദം നബി അലൈഹി ഇസ്ലാമിന് പാപമുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ പാപമില്ല. പക്ഷേ വലിയ മഹാന്മാർക്ക് അവരെ സ്ഥാനത്തോട് യോജിക്കാത്ത ചില ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ പാപ പറഞ്ഞത്. ആദം നബി അലൈഹി ഇസ്ലാം നമ്മൾ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഈ മരത്തിൽ നിന്ന് തിന്നരുത് എന്ന് പറഞ്ഞു. ആ മരത്തിൽ നിന്ന് ആദം നബി ഹവ്വാബി രണ്ടാൾ തിന്നിട്ടുമില്ല. അതേറ്റ് പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ തെറ്റുണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കണ്ട. ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഹവ്വാബിയോട് ഇമ്മരത്തിന് അടുത്ത് പോകരുത് പറഞ്ഞു. ഒരു അടുത്തിട്ടുമില്ല, തിന്നിട്ടുമില്ല, അടുത്തിട്ടുമില്ല, തൊട്ടിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. പിന്നെ അവര് മറ്റൊരു ഭാഗത്തുണ്ടായിരുന്ന മരത്തിനാ തിന്നത്. അപ്പോഴാണ്, അതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. അത് ചെറിയ ഒരു തെറ്റായിട്ട് അല്ലാഹു തആല പരിഗണിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ പിതാവായ മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമയെ കുറിച്ചാണ് ഈ ശൈത്താനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഓന്റെ വല്യാപ്പാനെ കുറിച്ചല്ല, ഓന്റെ വരിയുള്ള വാപ്പാനെ കുറിച്ചല്ല ഈ പറയണത്. ഈ ക്ലിപ്പ് ഇടാനും എനിക്ക് പറയാനും എനിക്ക് വളരെ അങ്ങേറ്റത്തെ ലജ്ജുണ്ട്. പക്ഷെ പറയല്ലാതെ നിവൃത്തില്ല. ഈ പുരോഹിതന്മാർ എന്തെല്ലാം വിഷലിപ്തമായ ആശയങ്ങളാണ് സമുദായത്തിന്റെ മണ്ടയിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കണല്ലോ. അല്ലെങ്കിൽ വഹാബി വെറുതെ പറയാണ് മൗലവിമാരെ പറ്റി, ഞങ്ങൾ ഉസ്താദ്മാർക്ക് അങ്ങനത്തെ വാദമൊന്നും ഇല്ല എന്ന് പറയല്ലോ. അത് പറയാതിരിക്കാനായി ക്ലിപ്പ് ഇടുന്നത്. എന്താ ഈ ശൈത്താൻ പറഞ്ഞത്? സ്വർഗത്തിൽ ടോയ്ലറ്റ് ഇല്ല, അപ്പൊ ടോയ്ലറ്റിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആദം നബി ഭൂമിയിലേക്ക് വന്നത്. എന്താ പനി പറയണത്? എവിടുന്ന ഇത് കിട്ടണത്? അപ്പൊ ആദം നബി സ്വർഗത്തിൽ വെച്ചിട്ട് ഏതോ ഒരു മരത്തിന്റെ ഒരു കായ് തിന്നു, അപ്പൊ വയറിളക്കം പിടിച്ചു. ആരെ കുറിച്ചാ പനി പറയണത്? എന്താണ് പനി പറയണത്? വയറിളക്കം പിടിച്ചപ്പോ സ്വർഗത്തില് ടോയ്ലറ്റ് ഇല്ല. അപ്പൊ ഇങ്ങനെ ആദം നബി ടെൻഷനായി നടന്നപ്പോ അങ്ങനെ ഭൂമിക്ക് ടോയ്ലറ്റ് ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. എന്നിട്ട് ഓൻ പറയാ, അള്ളാഹു പറഞ്ഞല്ലോ ഒരു മരത്തെ കൊള്ള എടുക്കരുത് എന്നുള്ളത്. വലാ തഖ്റബാ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ രണ്ടാളും ആ മരത്തെ കൊള്ളെടുക്കരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ളാലിമീങ്ങളിൽ പെട്ടവരാകും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ മരത്തെ കൊള്ള എടുക്കരുത് എന്നുള്ള പറഞ്ഞ ആ മരത്തെ കൊള്ള ആദം നബി എടുത്തിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? വേറെ ഏതോ ഒരു കായ്, ഏതോ ഒരു മരത്തിന്റെ കായ് തിന്നപ്പോ വയറിളക്കം പിടിച്ചു. അങ്ങനെ ടോയ്ലറ്റിനും വേണ്ടി പിന്നെ ഭൂമിക്ക് പോന്നു. നഊദുബില്ല. പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾക്കെതിരെ പച്ചയായി കൊഞ്ഞനം കുത്തുക. ഇവൻ ഖുർആൻ കണ്ടിട്ടില്ലേ? ഖുർആൻ ഓതിയിട്ടില്ലേ? എത്ര എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അവർ രണ്ടാളും ആ മരത്തെ കൊള്ളെടുത്തു, ആ കനി രുചിച്ചു, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചു. അങ്ങനെയാണ് സ്വർഗത്തിന് പുറത്തായത്. എന്നിട്ടോ സ്വർഗത്ത് പുറത്തായതിന്റെ ശേഷം അവരെ തൗബ എന്താ? ആ തൗബിൽ എന്താണ് പറയുന്നത്? പരിശുദ്ധ ഖുർആൻ ആയത്തല്ലേ, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു എന്നാ തൗബ. അല്ലാതെ ഞങ്ങളെ വയറിനോട് ഞങ്ങൾ അതിക്രമം ചെയ്തു എന്നല്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് വയറിളക്കം പിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരോട് പോയി പറയാലോ, വയറിന് പറ്റാത്ത ചില സാധനങ്ങൾ തിന്നു അതുകൊണ്ടാന്ന് പറയാലോ. അങ്ങനെയാണോ അതിന്റെ പിന്നെ സംഭവം തന്നെ? എവിടെ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത്? പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്താണ്. ഇവൻ പറയാണ് തൗബ ചെയ്തു അതിന്റെ പിൻ. എന്തിനാണോ തൗബ ചെയ്ത്? അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ലെങ്കിൽ, ആ മരത്തിന്റെ കനി തിന്നിട്ടില്ലെങ്കിൽ, അറിയാതെ ഏതോ ഒരു മരത്തിന്റെ പഴം തിന്ന് വയറിളക്കം പിടിച്ചതാണെങ്കിൽ എന്തിനാ തൗബ ചെയ്യണത്? ഇപ്പൊ നമ്മളെ വീട്ടിലൊരു കുട്ടി, ആ കുട്ടി മുറ്റത്തുള്ള എന്തോ ഒരു ചെടിന്റെ കായ് തിന്നു, അങ്ങനെ ഛർദ്ദിയും വയറിളക്കം പിടിച്ചു, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും അല്ലേ? ആ മനുഷ്യനേക്കാളും കോടാനുകോടി കാരുണ്യത്തിന്റെ ഉടമയാണ് അള്ളാഹു, കാരുണ്യത്തിന്റെ കേദാരമാണ്. അറിയാതെ ഒരു മരത്തിന്റെ പഴം തിന്നിട്ട് വയറിളക്കം പിടിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക തന്നെ? എവിടുന്നാണ് ഇത് പഠിച്ചത്? ആരാണ് നമുക്ക് പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്, എത്ര തഫ്സീറുകളുണ്ട് ഇതിനെ കുറിച്ച്. എല്ലാം പറയണത് എന്താണ്? ആ കനി അവർ തിന്നു, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. ഇതൊന്നും കണ്ടിട്ടില്ല, ഈ ആയത്ത് കണ്ടിട്ടില്ല, തഫ്സീറുകൾ കണ്ടിട്ടില്ല. ഇനി ഇതിനെതിരെ അന്റെ ഏതെങ്കിലും സൂഫി കഞ്ചാവ് അടിച്ച് കയറ്റിയിട്ട് ഏതെങ്കിലും പീറ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അതോ അന്റെ മൗലിദിൽ ഉജ്നൈന്, ആ മൗലിദിൽ ഹുസ്നൈനിൽ ജന്ന കുത്തി കുറിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനെതിരെ, സ്വഹീഹായ ഹദീസിനെതിരെ, തഫ്സീറിനെതിരെ അന്റെ ഏതെങ്കിലും കഞ്ചാവ് അടിച്ച സൂഫി എഴുതി വെച്ച പീറ കിതാബ് കൊണ്ടുപോയി വലിച്ചു കീറണോ? എന്നിട്ട് വരുന്ന കർക്കിടക മാസത്തില് കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് ഇജു അന്റെ കെട്ടികളും കുട്ടികളും കൂടി വള്ളത്തിൽ ഉന്തി കഴിച്ചോണ്ടി. അല്ലാതെ എന്തിനായൊക്കെ പറ്റിയ പച്ചയായ കുഫ്രിയത്ത് ഇവനൊക്കെയാണ് സമുദായത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. സമുദായമേ, നിങ്ങൾ ഞെട്ടിക്കോ, ഞെട്ടാൻ ഒരുങ്ങിക്കോ. ഇതൊന്നല്ല ഇവരെ വാദങ്ങള്, അങ്ങേയറ്റം വികലമായ വാദങ്ങൾ ഇവർക്കുണ്ട്. മനസ്സിലായ നിങ്ങൾക്ക്? കഴിഞ്ഞിട്ടില്ല ഇവന്റെ വിചിത്രവാദങ്ങള്. ഇനി പരലോകത്തിനെ കുറിച്ച് ഈ ഹംക്ക് പറഞ്ഞത് കേട്ടോക്കി. കാരണം അവിടെ മഹ്ശറിൽ കോടാനുകോടി ജനങ്ങളല്ലേ, ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് വന്ന ജനങ്ങൾ ഇനി ഈ സൂറിൽ ഊതുന്ന സമയം വരെ ജനങ്ങൾ വരും. ഇവരൊക്കെ നിയന്ത്രിക്കാൻ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ വേണം. അപ്പൊ ലീഡേഴ്സ് ആയിട്ട് നമ്മളവിടെ ചെന്നാല് രണ്ടാമത്തെ ഊത്തൂതിയാൽ അള്ളാഹു തആല ആദ്യം പുനർജീവിപ്പിക്കുക നമ്മളെ, മുത്തനബിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ. നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? മുത്തനബിനെ കൊണ്ട് വിശ്വസിച്ച് മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ. അവരെ അള്ളാഹു തആല ആദ്യം പുനർജീവിപ്പിക്കും, അതിന്റെ ശേഷം വേറെ എല്ലാവരും ജീവിപ്പിക്കുള്ളൂ. ആദ്യ നബിത്തങ്ങളാണ്, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ട്, പിന്നെ അമ്പിയാക്കന്മാരൊക്കെ ജീവിപ്പിക്കും, മൂസാ നബി അലൈഹി സ്വലാം ഇവരൊക്കെ ജീവിപ്പിക്കും. പിന്നെ ഉമ്മത്തുനിന്ന് ആദ്യം ജീവിപ്പിക്കുക നമ്മളെ. എന്നിട്ട് എന്ത് ചെയ്യും അള്ളാഹു തആല? നമ്മളോട് രജിസ്ട്രേഷൻ വേണം. അവിടെ വലിയ ലോകമഹാസമ്മേളനല്ലേ മഹ്ശർ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ ആദ്യം നടത്തുന്നത് ഉമ്മത്ത് മുഹമ്മദിയത്. നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാ ഒപ്പൊക്കെ ഇട്ട് വേണ്ടൊക്കെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ആദ്യം നമ്മളെ ഹിസാബ് ആദ്യം ബാങ്ക് അയക്കും. സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു വിചിത്രവാദം? എത്ര ഖുറാഫി കേരളത്തിൽ ഒടുങ്ങിപ്പോയി, എത്ര പുരോഹിതന്മാർ ഇവിടെ മരിച്ചുപോയി, എത്ര ശിർക്കും കുഫറും പ്രചരിപ്പിച്ച പുരോഹിതന്മാർ ഇവിടെ ഒടുങ്ങിപ്പോയി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു വാദം? പരലോകത്ത് ഈ ഉമ്മത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ ആദ്യം ജീവിപ്പിക്കും. എന്നിട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ എവിടെ? അപ്പൊ അവിടെ അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതായിരിക്കും എന്റെ ധാരണ. മഹ്ശറുടെ പടിഞ്ഞാറാ ഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ രജിസ്ട്രേഷൻ കൗണ്ടറിൽ കേരളത്തിൽ നിന്ന് വന്ന ഖുറാഫികൾ പേര് രജിസ്റ്റർ ചെയ്ത് ഭക്ഷണത്തിനുള്ള കൂപ്പൺ വാങ്ങേണ്ടതാണ് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്റെ ധാരണ. എന്നിട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ ആ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുക പേര്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ നെഞ്ചത്ത് ബാഡ്ജ് കുത്തിയിട്ട് അബ്ദുൽ ബസീർ സക്കാഫി പിലാക്കൽ മർക്കസ് സന്താനം കേരളത്തിൽ നിന്ന് വന്നതാണൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നടക്കിയിരിക്കുന്നവന്റെ ധാരണ. അങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അതാണ് ഇവന്റെ ധാരണ. ഇവന്റെ വിചാരം എന്താണെന്നറിയോ? ഈ പരലോകം എന്ന് പറഞ്ഞാൽ SSFന്റെ സംസ്ഥാന സമ്മേളനം നടക്കണ മാതിരിയാന്നാ. തമാശ പറയില്ല, ബാക്കി തന്നെ പറയട്ടെ, കേട്ടോളിയും. ആദ്യം നമ്മളെ ഹിസാബ് ആദ്യം ബാങ്ക് കഴിക്കും. ചെറിയ ഹിസാബ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതാദ്യം കഴിക്കും. നമ്മളെ അമലൊക്കെ തൂക്കേണ്ടതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങൾക്ക് ഇന്ന സ്ഥലത്താണ് മീസാനുള്ളത്, ഇങ്ങോട്ടെ ഹിസാബ് എവിടെയാണ്, മറ്റേ അവിടെയാണ്, പാലെവിടെയാണ്, ഇതൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ലീഡർമാരായിട്ട് വളണ്ടിയേഴ്സ് ആയിട്ടാണ് ഈ ഉമ്മത്ത് ഉണ്ടാവുക. എന്താണ് സഹോദരങ്ങളെ ഇവർ ഈ പറയണത്? അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തു, പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് പേടിച്ച് കുത്തിരിക്കാൻ നടക്കുക വളണ്ടിയർമാരായിട്ട് പരലോകത്തെ. ഇടോ, എന്താണ് പരലോകം? പഠിച്ചിട്ടില്ലേ? 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കറിയില്ലേ? അവിടെ നബിമാര് പോലും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടി നടന്ന് പരിഭ്രാന്തരായി നടക്കുന്ന സ്ഥലമാണ് പരലോകം.
അവിടെ ഇങ്ങനെ ചെന്നിട്ട് ഈ ഉമ്മത്തിലെ അനുയായികൾ ഇങ്ങനെ ചെന്നിട്ട് പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ബാഡ്ജെ കുത്തിയിട്ട് വളണ്ടിയർമാരെ നടക്കുക. ഇതിലിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുക. നിങ്ങൾ എടുക്കുക, നിങ്ങൾ സിറാത്ത് പാലല്ലേ, അതാ ആ ഭാഗത്ത് കൈക്കോളി, നിങ്ങളോ നിങ്ങൾ പിന്നെ ഹൗദുൽ കൗസറിന്റെ ആണ്, അതായത് ഈ വലതു ഭാഗത്ത് ഇങ്ങോട്ട് കൈക്കോളി. അപ്പൊ കുറെ തലി കെട്ടിട്ട് മൂല്യന്മാർ വരുന്നുണ്ട്. നിങ്ങൾ കേരളത്തിലെ കുബൂരി പുരോഹിതന്മാരല്ലേ, നിങ്ങൾ പിന്നെ നേരത്തെ തന്നെ നരകം റിസർവ് ചെയ്തോളാം, അവിടെ എന്താണ്ട് പോയിക്കോളി. അങ്ങനത്തെ വളണ്ടിയർമാര്, അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വളണ്ടിയർമാരാണെന്ന് ഈ പറയേണ്ടത്. എവിടുന്നാ ഇത് കിട്ടണത്? കേരളത്തിൽ ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത വാദങ്ങള്. അപ്പൊ ഇവര് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിനെ മൊത്തം പരിഹസിക്കാൻ തലകെട്ടും കെട്ടിയിട്ട് ഇവിടെ നിരീശ്വരവാദികൾ ചെയ്യുന്ന പണിയിലതൊക്കെ ഈ വക പരിഹാസങ്ങള്. നിങ്ങളൊക്കെ അച്ചാരം വാങ്ങണത് നിരീശ്വരവാദികളും ഈ കുബൂരി പുരോഹിതന്മാരും അച്ചാരം വാങ്ങണത് ഒരേ സ്ഥലത്തു നിന്നാണോ? അതാ ഞങ്ങൾക്ക് സംശയം. ആണെന്ന് ഇപ്പൊ ഏകദേശം ഞങ്ങൾക്ക് ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ വിചിത്രവാദങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഇവന് പ്രത്യേക ഒരു ഹിസ്റ്റീരിയ, എന്തോ ഒരു അസുഖം ഇവനുണ്ട്. ഉടനടി ഇവന്റെ ബന്ധുക്കളോ ഇവന്റെ പ്രസ്ഥാന ബന്ധുക്കളൊക്കെ ഇടപെട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇവൻ പറഞ്ഞ ചില വാദങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. കേട്ടോക്കി ഇവന്റെ വേറെ വാദം. അപ്പൊ അതുകൊണ്ട് മുത്തനബിയെ കണ്ട ഏതെല്ലാം ജിന്നുകളുണ്ടോ അവരൊക്കെ മുത്തനബിയുടെ സ്വഹാബിമാരാണ്. ആ ജിന്നുകള് പെട്ടെന്ന് മരിക്കില്ല. ആ ജിന്നുകളിൽ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവാം. ഷംഹൂറഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. അദ്ദേഹം മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം അനുസരിച്ച് അടുത്ത കാലത്താണ് അദ്ദേഹം വഫാത്തായത്. ഷംഹൂറസ് പറഞ്ഞ ജിന്ന് അത് മുത്തനബിനെ കണ്ട സ്വഹാബി ജിന്നാണത്രേ. ആ ജിന്ന് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അത്ര മരിച്ചത്. ഇത്രയും കാലം ഇവിടെ ജീവനോടുണ്ടായിരുന്നു, ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചു എന്ന്. ഇപ്പൊ ഈ കൊറോണ കാലത്ത് കൊറോണ ബാധിച്ച് മരിച്ചാന്ന് പറഞ്ഞത് നന്നായി. പറഞ്ഞാൽ തോന്നുന്നു എന്റെ ഉസ്താദ്മാർ ആരൊക്കെ പോയി മൈസ്കരിച്ച് കബറടക്കി വരികയെന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്താണ് മരിച്ചത് ഷംഹൂറസ് പറഞ്ഞ ജിന്നെ. അതെന്തോടും അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നോ? കാരന്തൂർ പരിസരത്ത് തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഷംഹൂറസ് എന്ന ജിന്ന് ഇന്നലെ രാത്രി 9 മണിക്ക് മരണപ്പെട്ട വിവരം എല്ലാ ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും അറിയിക്കുന്നു. പരേതന്റെ ജനാസ നാളെ രാവിലെ 10 മണിക്ക് മർക്കസ് കോമ്പൗണ്ടിൽ മറവ് ചെയ്യുന്നതാണ്. അങ്ങനെ അനൗൺസ്മെന്റ് ആയിട്ട് കേട്ടിരുന്നത്. എവിടുന്നാണ് ഈ വിവരം കിട്ടുന്നത്? അപ്പൊ ഏതെങ്കിലും ശൈത്താന്മാർ പറഞ്ഞു കൊടുക്കണമായിരിക്കും. ഇവർക്ക് ബന്ധം മുഴുവനും ജിന്നും ചെയ്താനായിട്ടാണല്ലോ. അപ്പൊ ചുവട്ടിൽ ഇങ്ങനെ ഏതെങ്കിലും ശൈത്താൻ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടോ, എടാ ഖുറാഫി ജിങ്ങനെ പറഞ്ഞോ, മറ്റേ പകരയുള്ള ഖുറാഫിക്കും അങ്ങനെ പറഞ്ഞോളും, മറ്റേ ഖുറാഫി ഇങ്ങനെ പറഞ്ഞോളും. അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറഞ്ഞുകാണ്ട് ഈ സമുദായത്തിന്റെ ഈമാനാണ് കൊളാക്കി കളയുന്ന ഏതെങ്കിലും ശൈത്താന്മാർ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ ഇൽഹാമ് കൊടുക്കുണ്ടാവും. അങ്ങനെ വിളിച്ചു പറഞ്ഞാണ് ഇതൊക്കെ. അല്ലാതെ എവിടുന്ന് അവനൊക്കെ കിട്ടണത്? വായിൽ തോന്നിയത് മത സ്റ്റേജിൽ നിന്നും ദീൻ പഠിപ്പിക്കാനെന്ന വ്യാജേന വിളിച്ചു പറയാണ്. ഇവിടെ ഈ നാട്ടും പുറത്ത് കള്ളും കുടിച്ച് മൂക്കറ്റം കള്ളും മോന്തിയിട്ട് തുണി അയച്ച് തലി കെട്ടിട്ടിട്ട് റോഡുമ്പോ കിടന്ന് ഡാൻസ് ആടുന്ന, പുലഭ്യം പറയണ, അസഭ്യം പറയണ മദ്യപാനികളുടെ അല്ല നാട്ടും പുറത്തെ കള്ളുടിയന്മാര്. ഓർക്ക് നിങ്ങളെക്കാട്ടി മാന്യത ഉണ്ടല്ലോ. ഒരു സമുദായത്തിന്റെ ഈമാനൊന്നും തകർക്കണല്ലോ. ഓലെ വാലിൽ കെട്ടാൻ കൊള്ളോടോ നിങ്ങളെപ്പോലത്തെ പുരോഹിതന്മാരെ. എന്ത് തോന്നിയാസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, ഇങ്ങനെ ദീനിന്റെ പേരിൽ ഓരോരോ വഷളത്തരങ്ങളും വേണ്ടാത്തരങ്ങളും പറഞ്ഞ് സമുദായത്തിന്റെ ഈമാൻ നശിപ്പിക്കുക, അള്ളാഹുവിൽ നിന്ന് സമുദായത്തിന് അകറ്റുക, എന്നിട്ട് ജാറങ്ങളിലേക്കും ഔലിയാക്കൾ എന്ന് പറയുന്ന പിരാന്തന്മാരടിയേക്കും ഇവരിങ്ങനെ സമുദായത്തിന് ആട്ടിത്തെളിച്ചു കൊണ്ടുപോവുക. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞെടുക്കന്നെ കൗമിന്റെ നേരം വെളുത്ത് വൈകുന്നേരവോളം ജനിച്ച അന്ന് മുതൽ ജാറത്തൊക്കെ തെണ്ടിയടക്കലിനെ കൗമിനുള്ള പണി. ഒരാളെ കുറിച്ച് മറ്റേ പിരാന്തണ്ടല്ലോ മടവൂർ കാഫിലക്കാരൻ, ഓൻ പറഞ്ഞതും കേട്ടോ നിങ്ങള്. കൗമിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായി കളിപ്പിടുന്ന ഞാൻ. നമ്മുടെ തങ്ങള് വരുന്നുണ്ട്, തങ്ങളിങ്ങോട്ട് പോന്നോട്ടെ. 8,81,000 മക്കാമുകൾ നടന്ന് സിയാറത്ത് ചെയ്ത മടവൂര് ശൈഖുന പറഞ്ഞിട്ട് ഹജ്ജിന് പോയ തങ്ങളാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് മർഹബ. ഈ സദസ്സിലുള്ള കൂടുതലും അൽഹംദുലില്ലാഹ് ശൈഖുനയെ നേരിട്ട് കാണാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നമുക്ക് ബഹുമാനപ്പെട്ട ശൈഖുനായോടൊപ്പം മശായിഖന്മാരൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുന്നുണ്ട്. എന്താ ക്വാളിറ്റി? 8,81,000 ജാറം നടന്ന് സിയാറത്ത് ചെയ്ത ആളാണ്. നിങ്ങൾ പിന്നെ മടവൂര് പറഞ്ഞതിന്റെ പേരിൽ അജ്ജിനും പോയി. 8,81,000 ജാറം ഒരു മനുഷ്യൻ നടന്ന് സിയാറത്ത് ചെയ്യണമെങ്കിൽ എത്ര കൊല്ലം ആണോടോ എന്നൊക്കെ ആലോചിച്ച് കണക്കൂട്ടി വെക്ക്. തള്ളി മറിക്കന്നെ ഒരു 10 ജാറം നടന്ന് സിയാറത്ത് ചെയ്യാനുള്ളൂ. ജെറ്റ് വിമാനത്തിലല്ലത്. ഒരു 10 ജാറത്തങ്ങ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഒരു മാസം എത്ര ജാറത്തങ്ങ പോവാ? അങ്ങോട്ട് തള്ളി മറിക്കന്നെ. അതുകൊണ്ട് 8,81,000 ജാറം നടന്ന് സിയാറത്ത് ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇതാ എഴുന്നള്ളുന്നു. എല്ലാവരും കാല് നക്കിക്കോളി, കൈ മുത്തിക്കോളി. അങ്ങനെ എല്ലാവരും കൈ പിടിച്ച് മുത്തന്നെ.
ഇങ്ങനത്തെ ഓരോ തങ്ങന്മാരും ഈ ജാരത്തങ്ങ് കെട്ടിപ്പണഞ്ഞ് കിടക്കണ ഈ കുടുംബം ഉപയോഗിച്ച് കൂട്ടുപയോഗിച്ച് എല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ ജാരത്തങ്ങള് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിറക്കണ ഒരു കൗമനെ വളർത്തിയെടുത്തു എന്നല്ലാതെ ഒരു നൂറ്റാണ്ട് കൊണ്ട് സമുദായത്തിന് സമസ്ത നൽകിയ സേവനം എന്താണോ? നിങ്ങളാണോ സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കണത് തന്നെ? ഇങ്ങനത്തെ ഓരോ കൗമനുണ്ടാക്കി എന്നല്ലാതെ നിങ്ങളൊന്ന് നോക്കുകൊണ്ട് നിങ്ങൾ ഈ ബസ്സിലൊക്കെ യാത്ര ഞാൻ ഒരുപാട് അനുഭവിച്ച ആളാ. ഈ മമ്പറം ജാരത്തിനൊക്കെ പോണ ആൾക്കാരുണ്ട്. ഈ കോഴിക്കോട് ബസ് കയറുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ ബസ്സിൽ കുറെ സാധനങ്ങൾ. ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച മമ്പറം ഉറൂസ് ചെയ്യുന്നല്ലോ, നിങ്ങളെ കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും. കുറെ ബാണ്ടക്കെട്ടും 10 പേരിലും മോതരും ഒരു പച്ച കൊല്ലിയൊക്കെ പണിട്ട് ഇങ്ങനെ ഈങ്ങി ചീഞ്ഞെളിഞ്ഞ് അങ്ങനെ നടക്കുന്ന കുറെ വേസ്റ്റുകൾ ഈ ജാറം ടു ജാറം അങ്ങനെ തിണ്ടി തിരിഞ്ഞടക്കണ കുറെ അന്തം കമ്മികൾ വേസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തു എന്നല്ലാതെ എന്താണോ നിങ്ങൾ സമുദായത്തിന് നൽകിയ സേവനം? ഇങ്ങനെ അക്കലില്ലാത്ത അന്തും ബുദ്ധിയില്ലാത്ത ചിന്തിക്കാൻ ബോധമില്ലാത്ത ഒരു കൗമാണ് ഈ സമസ്തയുടെ അനുയായികൾ എന്ന് പറയുന്ന ഈ പുരോഹിതന്മാരുണ്ടാക്കിയെടുത്ത കുറെ സാധനങ്ങൾ. കുറെ ആൾക്കാർക്ക് ഇന്ന് അള്ളാഹ് ഹിദായത്ത് കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഈ സമസ്തയുടെ ബാനറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ ഇവരിങ്ങനെ വളർത്തിയെടുത്തു. ഇവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. എന്താ അപ്പൊ അങ്ങനെ ഉസ്താദ് പറഞ്ഞത്? ആലോചിക്കൂല. അങ്ങനെ പൊട്ടന്മാരായി നടക്കണ കൗമനെ പറ്റിക്കാൻ പോലത്തെ കുറെ പുരോഹിതന്മാരും ആ പുരോഹിതന്മാരെ വയലിന്റെ സദസ്സക്ക് ഈ കൗമനെ വിളിച്ചു വരുത്തിയിട്ട് പരസ്യമായിട്ട് പരിഹസിക്കുക, കൗമിനെ വിട്ടികളാക്കുക. കേട്ടോളി, ഒരു പ്രസംഗം കേട്ടോ നിങ്ങള്. രണ്ടുപേർക്കും ചൊറി വന്നിട്ട് ഉമ്മാക്കും മൂപ്പയ്ക്കും ചൊറിയാ, അമ്മായും എത്ര ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ചൊറി മാറുന്നില്ല. ഞാനൊരു 10 കൊല്ലം മുമ്പ് തിരൂര് ഭാഗത്ത് വയല് പറയുമ്പോൾ അവിടെ നമ്മളെ KS മൗലവിയാർന്ന കഥാപ്രസംഗത്തിന്റെ ആളുണ്ട്. മൂപ്പര് 2 മണിക്കൂർ കഥാപ്രസംഗവും ആദ്യം 2 മണിക്കൂർ ഞാൻ വയല് കഴിഞ്ഞിട്ടാണ് കഥാപ്രസംഗം. അപ്പൊ ഹാഫ് ടൈം ആയപ്പോ മൂപ്പര് വാച്ച് ലേലം ചെയ്തു. നല്ലൊരു വാച്ച്, സൈക്കോ 5ന്റെ വാച്ച്. ഇതാരാണോ 3333 റുപ്യക്ക് എടുക്കുക അവർക്ക് ചൊറി മാറാനുള്ള മരുന്ന് പറഞ്ഞുതരാം. അപ്പൊ ആ സ്റ്റേജിന്റെ ബാക്കിൽ കാക്ക കുപ്പായിടാതെ ചൂടിക്കയറി പറഞ്ഞ കയറി കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഈർച്ചമില്ല് പോയ മാതിരി ഭയങ്കര ചൊറിയോണ്ട് ഇങ്ങനെ വാക്കിലുണ്ട്. ആ കാക്കാക്ക് 10 കൊല്ലമായിട്ട് മാറാത്ത ചൊറിയ. 3300 പോകുള്ളൂ. മൂപ്പരുണ്ടാക്കി സദസ്സിന്ന് നീശിത്തക്കാണ്ട് 3300 രൂപയാന്ന് പറഞ്ഞു. ഈ ചോറിന്റെ ഊക്കുണ്ട്. അതിൽ കേസ് മോലെ വിളിച്ചു വരികയാണ്. വാച്ച് മൂപ്പര് കൊടുത്തു. ചോറി മാറാനുള്ള മരുന്ന് പറഞ്ഞുതരാം, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പറഞ്ഞുതരാം. ചൊറിയുള്ള ഭാഗത്ത് മാന്തുക, ചൊറിയുള്ള ഭാഗത്ത് ഇങ്ങനെ മാന്തുക. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഇവനൊക്കെ കാണുമ്പോ സമുദായത്തിന് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചൊറിച്ചിൽ മാറാനുള്ള മരുന്നാണ് ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇപ്പം വയലിനായപ്പോഴുള്ള സംഭവമാണ് ഈ പറയണത്. അപ്പൊ ഇവന്റെ വയലിന് മുമ്പ് കേസ് തങ്ങളെ കഥാപ്രസംഗം അങ്ങനെ മുമ്പ് ഒരു വാച്ച് എടുത്തിട്ട് ഇങ്ങനെ ആരാണ് ഈ വാച്ച് ലേലം വിളിച്ചെടുക്കുക 3300 റുപ്യക്ക് ഒരു ചൊറി മാറാനുള്ള മരുന്ന് പറഞ്ഞുതരാ. അപ്പൊ ഒരു പൊട്ടൻ സദസ്സിലുള്ള ഒരു കാക്ക മുപ്പര് ഇങ്ങനെ കുപ്പായിടാതെ വന്നിക്കാണ്, ചൊറിഞ്ഞ് ഇങ്ങനെ വന്നിക്കാണ്. 3300 പോയിച്ച് പോട്ടെ, ചൊറി മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുപ്പര് ലേലം വിളിച്ചെടുത്തു. ഉടനെ മുപ്പര് മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ചൊറിയുള്ള സ്ഥലത്ത് നന്നായിട്ടുള്ള മാന്തി കൂടി. ഇങ്ങനെ വിഡ്ഢികളാക്ക സമുദായത്തിന്. എന്നാലും സമുദായത്തിന് നേരം വെളുക്കുവോ? എന്നാലും പിന്നാലെ കൂടും ഈ അന്തജാത്ത കൗമൻ. ഉസ്താദ് എന്ത് പറഞ്ഞാലും അത് മുടിങ്ങന്നെ, അത് വെള്ളം തൊടാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങന്നെ. അങ്ങനെ ഒരു സമുദായത്തിന് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് 100 കൊല്ലം കൊണ്ട് ഇവരുണ്ടാക്കിയെടുത്ത വിജയം. മനസ്സിലായോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഉസ്താദിന്റെ കറാമത്ത്, തങ്ങപ്പാപ്പാന്റെ കറാമത്ത്. ഉസ്താദ് കറാമത്ത് വേണ്ടാന്ന് പറഞ്ഞാലും പറ്റൂല, ഇരിക്കട്ടെ എങ്ങക്ക് കയറിട്ട് ഉസ്താദിന്റെ തങ്ങളെയും മണ്ടിക്കാണ്ട് വെച്ച് കെട്ടുക. കണ്ടോളി വേറൊരു കറാമത്ത്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഉള്ളാൾ തങ്ങളെ മോണ്ടല്ലോ ഖുറാ തങ്ങള്, അയാളുമായി ബന്ധപ്പെട്ട ഒരു കഥ അയാളുടെ ഒരു അനുയായി ഒരു സന്തത സഹചാരി പറയണമെന്ന് കേട്ടുനോക്കി. രസകരമായ ഒരു കഥ കേട്ടുനോക്കി. ഒരിക്കലും ഒരു പെണ്ണുങ്ങളെ വിളിച്ച് പറയുന്നു, പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി എൻ്റെ മോളെ കൊണ്ടുപോയി ഉസ്താദേ 24 മണിക്കൂർ പ്രസവിക്കാൻ ഇല്ല. ഇപ്പൊ നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നു കിടാവിൻ്റെ തല താഴത്തേക്ക് വന്നിട്ടില്ല, കാല് വന്നിനി. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അറിയില്ല മസാല, പെണ്ണുങ്ങൾക്ക് ചോദിച്ചെങ്കിൽ അറിയത്തില്ല. പ്രസവിക്കാനാകുമ്പോൾ തല താഴത്തേക്ക് വരണം. നിങ്ങൾക്ക് വേറെ അതിൻ്റെ മസാല നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ പ്രസവിച്ചാന്ന് ചോദിക്കും. ഞാൻ പ്രസവിച്ചിട്ടല്ല, ഞാനത് കേട്ടിട്ട് പഠിച്ചിട്ട് അങ്ങനെ. അപ്പോൾ കാല് താഴത്തേക്ക് വന്നെങ്കിൽ പ്രസവിക്കാൻ കഴിയില്ല, തല വരണം. അപ്പൊ ഡോക്ടർമാർ പറയുന്ന പോലെ അങ്ങനെ പ്രസവിക്കുന്നത് കാല് തല താഴത്തേക്ക് വരുന്നില്ല, കാലെന്നെ വരുന്നു. അപ്പോൾ ഞാൻ തങ്ങളിൽ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ എൻ്റെ പറഞ്ഞു തല താഴത്തേക്ക് വരുന്നില്ലേ? ചിരിച്ചിട്ട് JCP കൊടുത്തിട്ട് താഴത്തേക്കാക്ക്. എന്ത്? അപ്പൊ ഞാൻ തങ്ങളെ ഇത് ഞാൻ അവരോട് പറഞ്ഞു, എന്നെ തച്ചിട്ട് പാക്കി കുറേ ചിരിച്ചു. അപ്പൊ ഈ ഖുറാത്തങ്ങളെ സന്തത സഹചാരിയാണ് ഇയാള്. അപ്പൊ ഇയാളോട് സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ മോള് പ്രസവിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ ലേബർ റൂമിൽ ചെന്ന് നോക്കുമ്പോ കുട്ടിന്റെ കാലാണ് ആദ്യം പുറത്തേക്ക് വരേണ്ടത്,
തലയുള്ള ആദ്യം പുറത്തേക്ക് വരേണ്ടത്. അപ്പൊ നിങ്ങൾ തങ്ങപ്പാപ്പാരോടൊന്ന് പറഞ്ഞിട്ട് അത് ഉടനെ തല വരാനുള്ള ഏർപ്പാട് ചെയ്യണം. അപ്പൊ ഇയാൾ ചെന്നിട്ട് ഖുറാത്തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ ഖുറാത്തങ്ങൾ കൈയൊഴിഞ്ഞു. അയാൾ പറഞ്ഞു, ഇപ്പൊ എന്താ ചെയ്യണോ, JCB പോയി മാന്തിയിട്ട് റെഡിയാക്കി. ഇത് റോഡ് സൈഡിൽ കേബിൾ ഇടാൻ വേണ്ടി കുയ്യ് മാന്തുക, JCB മാന്താന്. അപ്പൊ കൗമിന് മുമ്പിൽ കൊടുക്കണ വിലയാണിത്. ഞങ്ങൾക്ക് ആ പെണ്ണിനോട് തല കുത്തനക്കാൻ പറഞ്ഞുകൂടിയിരുന്നോ? അങ്ങനെയൊക്കെ സംഭവിച്ചാലോ? കാരണം കുട്ടിന്റെ കാലുള്ള പുറത്തേക്ക് വരുന്നത് ഈ കൂടെ വരുന്നത് ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ തല കുത്തനെന്ന് കഴിഞ്ഞാല് ഓളെ തൊള്ളി കൂടി കുട്ടിന്റെ തല പുറത്തേക്ക് ചാടിയാലോ? അങ്ങനെയും കറാമത്ത് ഉണ്ടാകാലോ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇങ്ങനെ ചിരിച്ചല്ലേ പണി, സമുദായത്തിനിട്ട് പൊട്ടാൻ കളിപ്പിലുള്ള പണി കാര്യമായിട്ട്. അങ്ങനെ എന്ത് സംഭവിച്ചു? കറാമത്തിന്റെ ബാക്കി വരട്ടെ, പിന്നെയാണ് കറാമത്ത് കേട്ടോളി. പറഞ്ഞേ ആ ഉമ്മാന്റെ പള്ളിയിലുള്ള കിട എന്റെ തലമ ഞാനൊന്നും ഉണ്ടാക്കട്ടെ. അല്ല തങ്ങളെ നിങ്ങളൊന്ന് പറഞ്ഞിരിക്കും. അല്ല എന്ത് പറയണ്ടേ? അല്ല നിങ്ങൾ അത് കുറച്ച് കഴിയുമ്പോൾ പ്രസവിക്കുന്നില്ലെങ്കിൽ ഒരു സമാധാനം പറഞ്ഞിട്ടെങ്കിൽ ഞാൻ അത് ഓരോട് പറയാം. അല്ല നിങ്ങൾ കുറച്ച് കഴിയും പ്രസവിക്കില്ല, ആ സമയത്ത് പ്രസവിച്ചില്ലെങ്കിൽ നിങ്ങളും പോയി, നമ്മൾ രണ്ടാൾ പോയി. എന്നോട് പറയും തങ്ങൾ ടൈമില്ലേ സൈദ് കേസിലൂടെ, നിങ്ങൾ പറയും അവരോട് ടൈം ആയിട്ടില്ല. ടൈം ആകുമ്പോ കാല് മീത പോയിട്ട് തല താഴെ വന്നിട്ട് പ്രസവം നടക്കും. അത് പറഞ്ഞോളി. അൽഹംദുലില്ലാ എനിക്ക് ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു അത് തല താഴോട്ട് വരാനും കാല് മീതാകാനുള്ള സമയമായിട്ടില്ല. ഞാൻ കുറച്ച് ഉഷാറാക്കി, നമുക്ക് കിട്ടിയ ഉഷാറാക്കുമല്ലോ, ഒരു ഭംഗിയാക്കുമല്ലോ. കുറച്ചെല്ലാം കൂട്ടിയിട്ട് പറഞ്ഞു അത് ആയിട്ടില്ല, അതിന്റെ താഴത്തേക്ക് വരും. അങ്ങനെ കാല് മീതൊക്കെ പോയിട്ട് ആ സമയമാകുമ്പോൾ തല താഴത്തേക്ക് വന്നിട്ട് പ്രസവിക്കും. നോക്കി. അപ്പൊ ഈ സാധാരണക്കാരുടെ കഥ എന്താണ്? ഈ സാധാരണക്കാരുടെ മുണ്ടാത്തോടൊക്കെ കുടിക്കുന്നത് ഞമ്മ. അപ്പൊ എന്റെ ചോദിക്കുന്നത് അത് എത്ര ടൈമിൽ വരും ഉസ്താദ്? ഞാൻ കുടുങ്ങിയില്ലേ? ടൈം ചോദിക്കുന്നത് നിന്നോട്. ഞാനിപ്പോ ഇങ്ങനെ മണിക്കൂർ 4 മണിക്കൂർ ഞാൻ എന്നിട്ട് പറയണ്ടേ? ഞാൻ ആ കൈരക്കാളെ അടങ്ങാറ്. ഞാൻ അല്ല ഉസ്താദ് എത്ര ടൈമിൽ നിന്ന് ഡോക്ടർ ചോദിക്കുന്നു, ഡോക്ടർമാർ ചോദിക്കും ഓർക്കിനെ മുറിക്കണം, എത്ര ടൈം പറയണം ഉസ്താദ്? തങ്ങളെ വിളിക്കാൻ ഇടക്ക് പേടി. മഗ്‌രിബിന്റെ ശേഷമാണ് ചോദിക്കുന്നത് ഒരാൾ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏശാ വരെ കാക്കി പറഞ്ഞു, ഇശാ വരെ കാക്കി ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇശ കഴിഞ്ഞിട്ട് പ്രസംഗിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷൻ ആക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നത്. അതും ഞാൻ പറയണം, ടൈമും ഞാൻ പറയണം, ഒപ്പിട്ട് കൊടുക്കാൻ സമ്മതം കൊടുക്കണം. ആ പറഞ്ഞു അതിപ്പോ നിങ്ങൾ യശാമ്പക്ക് പ്രസവിച്ചിട്ടില്ലെങ്കിലല്ലേ? തങ്ങ പറഞ്ഞല്ലോ ടൈമാവും പ്രസവിക്കുന്നു. ഇപ്പൊ യശാക്കിന് 1.5 മണിക്കൂർ ഉണ്ടല്ലോ. നിങ്ങൾ അത് ചോദിക്കാൻ നിൽക്കുന്നേ? നിങ്ങൾക്ക് ഓപ്പറേഷൻ ഒപ്പിട്ട് വിടുകയാണ് തിരക്ക്, കുട്ടി പ്രസവിക്കാണ് തിരക്ക്. കുറച്ച് ജോറാക്കി പഠിപ്പിച്ചു. ഇത് വേറെ നിവൃത്തിയില്ല. ഞാൻ കുടുങ്ങുന്നതിനുള്ളിൽ എടുത്ത പണിയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ആ പറഞ്ഞതനുസരിച്ച് കണക്കാക്കിയ സമയം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് അവർ വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നു സുഖപ്രസവം. ഉടനെ തങ്ങളെ ഞാൻ വിളിച്ചു. തങ്ങ ഫോണിൽ ചോദിച്ച് പ്രസവിച്ചെന്ന് പറയാനായിട്ടുണ്ടാവും അല്ലേ? അതിന് തങ്ങൾക്കും മൊയിലാർക്കും ഒരു ഹക്കുമില്ല. അതല്ല അള്ളാന്റെ ടൈം, അള്ളാന്റെ കണക്കാക്കിയ ടൈമിന് പ്രസവിച്ചാണ്. തങ്ങളും അതിൽ ഹക്കില്ല, നിങ്ങൾക്ക് മൊയിലാർക്കും ഹക്കില്ല. നമ്മൾ രണ്ടാൾക്കും അതിൽ ഒരു ഹക്കുമില്ല. സമുദായമേ ചിന്തിച്ചോ, ഇതാണ് അവസ്ഥ. നിങ്ങൾ കറാമത്ത് വെച്ച് കിട്ടുണ്ടല്ലോ. ആ തങ്ങപ്പാപ്പ അങ്ങനെ പറഞ്ഞപ്പോ അതുപോലെ നടന്നു, ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ ഇതുപോലെയും നടന്നു എന്നുള്ളത്. ഇത് പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ ആടി എറിയും, ഏതൊരു കൊലക്ക് കൊള്ളും, ഏതും ചാടും. ചാടിയിലും കുഴപ്പമില്ല, അത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചോളും. ആ രീതിയിലാണ് സമുദായം എന്തെങ്കിലുമൊക്കെ കാണുന്നത്. ഇവരെന്തേലൊക്കെ പറയും. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഇത് തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ തടിയെടുത്തു. എന്ത് പറഞ്ഞു? അതിന് അജലെത്തുമ്പോൾ പ്രസവിച്ചോളും, അള്ളാഹ് കണക്കാക്കിയ നേരമാകുമ്പോൾ സംഭവിച്ചോളും. ഇത് പറയാൻ ഖുറാത്തങ്ങൾ വേണോ? ഇവിടുത്തെ ഒരു കുമാരേട്ടന് പറഞ്ഞുകൂടെ തന്നെ? ഇതാണോ കറാമത്ത്? അങ്ങനെ എന്ത് ചെയ്തു? ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു ആ സമയമാകുമ്പോ പ്രസവിച്ചോളും. അപ്പൊ കൗമ വിടണില്ല. കാരണം കൗമിന് തങ്ങപ്പാപ്പാന്റെ കറാമത്തിന് വെളിവാകണ്ടേ? അപ്പൊ ഇയാൾ പറയാ കുറച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടു. എന്ത്? തങ്ങപ്പാപ്പ പറഞ്ഞതിനെക്കാട്ടി കുറച്ച് കൂടുതൽ പറഞ്ഞു ഞാൻ, കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് സമുദായത്തിനെ പറ്റിക്കാൻ വേണ്ടി. ഇതാണ് പോലെ സ്ഥിരം പരിപാടി. അങ്ങനെ എന്ത് ചെയ്തു? യശ വരെ കാക്കാൻ പറഞ്ഞു. അപ്പൊ യശ ഇട്ടും പ്രസവിച്ചില്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ ഒപ്പിട്ടെടുക്കേ. അത് സമയമാകുമ്പോ പ്രസവിച്ചോളെന്ന് പറഞ്ഞു. ആ സമയമാകുമ്പോ പ്രസവിച്ചു. അങ്ങനെ ഇയാൾ തങ്ങളോട് വിളിച്ചു പറഞ്ഞു പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തങ്ങളെ മറുപടി എന്ത്? അതാ അള്ളാഹ് കണക്കാക്കുന്ന സമയത്ത് പ്രസവിച്ചോളും. ഇതാണ് ഇവരൊക്കെ വർത്താനം. ഇതെങ്ങനെയായിരിക്കും മടവൂരും പറഞ്ഞിട്ടുണ്ടാകുക? പക്ഷെ കൗമ എന്ത് പറയും? ഓ എന്റെ മോള് പ്രസവത്തിന് ഇങ്ങനെ ലേബർ റൂമിൽ കിടന്ന് ഇങ്ങനെ പേടിയാണ്, കുട്ടിന്റെ കാലിങ്ങനെ പുറത്തേക്ക് വന്നു. ഞാൻ ഉടനെ ഖുറാത്തങ്ങളായിട്ട് ബന്ധപ്പെട്ടു. തങ്ങൾ ഒറ്റ വർത്താനാണ്. ആ വർത്താനത്തോടു കൂടി കാല് പുറത്ത് കിട്ട കുട്ടി ഒറ്റ വലി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അതാ വരുന്നു, തരം കുത്തനായിട്ട് കുട്ടി ഇങ്ങനെ വരുന്നു, വന്ന് കണ്ട് പ്രസവിച്ചു. ഇത് തങ്ങപ്പാപ്പാന്റെ കറാമത്താകുന്നു. എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും? ആ കുടുംബത്തിൽ എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും? ഇതല്ലടോ നിങ്ങളെ കറാമത്ത്. ഇങ്ങനെയല്ലടോ നിങ്ങൾ ഈ പോരിശും പോലിയും ഉണ്ടാക്കണത്. ഈ സമുദായത്തിന് അതിൽ തളച്ചിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമുദായം വിശ്വസിച്ചോളും. നിങ്ങളെ തൊള്ളിയിൽ നിന്ന് എന്ത് ഊണാലും അത് കറാമത്തായി സമുദായം ചിത്രീകരിച്ചോളും. അങ്ങനത്തെ ഒരു സമുദായത്തിനാണ് 1 നൂറ്റാണ്ട് കാലം കൊണ്ട് നിങ്ങൾ വളർത്തിയെടുത്തത്. മനസ്സിലായോ?
ഈ കൗമുണ്ടല്ലോ നിങ്ങളെ ഈ പൊട്ടന്മാരായ ഖുറാഫി കൗമ്, ആ കൗമ് നിങ്ങളെ വിടൂല. നിങ്ങൾ കറാമത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾക്ക് കറാമത്ത് ഉണ്ടാക്കി തരുമല്ലേ? മനസ്സിലായോ? ഈ കൗമിനെ നിങ്ങൾക്ക് കൈയൊഴിയാൻ പറ്റൂല. നിങ്ങൾ കറാമത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങൾ പറഞ്ഞ കറാമത്ത് തന്നെ ആയിരിക്കും കൗമ്. മനസ്സിലായോ? ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു കൗമിനെ നിങ്ങൾ വളർത്തിയെടുത്തത് ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട്. ഈ കൗമിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല, കൗമിനെ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ കൗമിന് തൃപ്തിയുള്ള കറാമത്തുകൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? അങ്ങനെയാണ് ഈ മടവൂരിന്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കറാമത്തൊക്കെ ഇവിടെ പ്രചാരം നേടിയത്. അല്ലാതെ അതിലൊന്നും ഒരു കഥയില്ല. മനസ്സിലാക്കിക്കോ. മടവൂരിന്റെ കറാമത്തൊക്കെ വന്ന കോലെങ്ങനെയാണ്? അവിടെ ഏതാ പ്ലെയിന് തകരാൻ നിൽക്കുന്നു, ഇവിടെ ഏതാ കപ്പല് മുങ്ങാൻ നിൽക്കുന്നു, മറ്റോടത്തതാ ബഹിരാകാശ വാഹനം കേടാകാൻ നിൽക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഉടനെ തന്നെ രാജും രാധയും ഒറ്റവിളി, ഓം ഹ്രീം കുട്ടിച്ചാത്ത അതാ വരുന്നു കയ്യിലൊരു മാന്ത്രിക വടിയുമായി മടവൂർ മായാവി. ഇങ്ങനെ ഉണ്ടാക്കിയ കറാമത്തുകളാണ് നിങ്ങൾ മുഴുവനും. മനസ്സിലായോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും കറാമത്തായി സമുദായം വ്യാഖ്യാനിച്ചോളും, നിങ്ങളെ കൗമ് വ്യാഖ്യാനിച്ചോളും. എന്നാലോ അത്യാവശ്യം നേരത്തെ ഈ പറഞ്ഞ കൗമുണ്ടല്ലോ, ഈ കറാമത്ത് വിളമ്പി കൊടുക്കണ കൗമ്, ഇവർക്കൊരു ആവശ്യം വന്നാൽ രക്ഷിക്കാൻ ഒരു മടവൂരുണ്ടാവില്ല. അപ്പൊ ഈ പകരന്നെ എത്രയോ ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. എന്റെ ക്ലിപ്പുണ്ട്, ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ മടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ പേറി നടക്കുന്ന, പ്രചരിപ്പിച്ച് നടക്കുന്ന മടവൂർ കാഫിലക്കാരൻ എന്താ സംഭവിച്ചത്? ഓന്റെ കെട്ടികൾ പ്രസവിക്കാൻ നേരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3 മണിക്കൂർ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാകാതെ ഈ ഷെയ്ത്താന് മടവൂർ ഷെയ്ഖുന എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞിരിക്കുന്നോടെ 3 മണിക്കൂർ നേരം ഒരു മടവൂർ എത്തിയില്ല. ആ സാധു സ്ത്രീയാണ് മരണപ്പെട്ടു. ഇല്ലേ? ഇതിവിടെ സംഭവിച്ചതല്ലേ? ഇതാണ് പോലെ അവസ്ഥ. നമ്മളെ നാട്ടിലുണ്ടല്ലോ ചില ഈ ലോക്കൽ ആൾക്കാർ ഇങ്ങനെ വലിയ കണക്ഷൻസ് ഒക്കെ പറയാലോ. എനിക്ക് മറ്റേ MLA ബന്ധമുണ്ട്, DYSPന്റെ സ്വന്തം ആളാണ്, സർക്കിളും ഞാനും ഇവിടെ ഇന്നലെ ഇങ്ങോട്ട് ചായ പിടിച്ച് പിരിഞ്ഞിട്ടുള്ളൂ, SI എപ്പോ കണ്ടാലും തോളിൽ കൈയിടുന്നൊക്കെ പറയാലോ. അങ്ങനെ പറയുന്നാലോ ഒരു കേസിന് ഓന്റെ അടുത്ത് പോയി നോക്കോണ്ട് നിങ്ങള്, അപ്പൊ കാണാൻ ഓന്റെ ഒഴിവ് കഴിവുകള്. ഇന്നലെ ഇപ്പൊ DYSP ലീവ് എടുത്തിട്ട് കൊടുക്കാൻ പോയിക്കൊള്ളും തോന്നുന്നുണ്ട്. SI ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ. മറ്റേ സർക്കിൾ ഇപ്പൊ പയമാര് ബന്ധമൊന്നുമില്ല. ഈ അവസ്ഥയാണ് പോലെ ശേഖന്മാരുടെ അവസ്ഥ. എല്ലാ കാര്യങ്ങളും ശേഖ് സഹായിക്കുന്നു, ഇങ്ങനെ ബടായി പൊട്ടിച്ച് നടക്കും. വിളിച്ചാ വിളിപ്പുറത്താണ് മടവൂരിന്ന് ബടായി പൊട്ടിച്ചു നടക്കും. എന്നാ ഒരു ആവശ്യത്തിന് മടവൂരിനെ മഷിട്ടോക്കിയാൽ കാണൂല. ഇതാണ് പോലെ അവസ്ഥ. സഹോദരങ്ങളെ, ഈ പറയുമ്പോ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന, സമസ്തയുടെ ബാനറിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവനും ഇതുപോലത്തെ ആളുകളാണ് എന്നല്ല ഈ പറയുന്നത്. ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അത് പണ്ടും അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടുന്ന സമയമാകുമ്പോ, തൗഹീദിന്റെ ഒരു തീപ്പൊരി മനസ്സിൽ കയറുമ്പോ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഇക്കണ്ട തോന്നിയാസങ്ങളും ഈ കണ്ട വഷളത്തരങ്ങളും മുഴുവനും ഇവിടെ പറഞ്ഞു കൂട്ടിയിട്ടും അതൊന്നും പരിശോധിക്കാനും നിയന്ത്രിക്കാനൊന്നും സമസ്തക്ക് നേരല്ല. സമസ്തന്റെ പണി ഇപ്പൊ വേറെയാണ്. സമസ്തന്റെ നേതാക്കന്മാർ ഇപ്പോഴും സലഫികളെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ സലഫികളെ ഞങ്ങൾ കെട്ടിക്കെട്ടിക്കും, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, അത് ഇതിന് ബടായും പറഞ്ഞ് നടക്കണം. ഇതൊന്നും ഓല് കാണുന്നില്ല. ഇപ്പോഴും സമസ്തന്റെ നേതാക്കന്മാർക്കുള്ള പണി കേട്ടോളി. കേരളത്തിലെ സുന്നികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഇതാ ഈ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു. ഇനി അതിന്റെ അനുരണനങ്ങൾ ഇൻഷാ അല്ലാഹ് കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും. ഏറെക്കുറെ മലബാറിലൊക്കെയും മഹല്ലുകളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ കോഴിക്കോട് അങ്ങാടിയിൽ പോയാൽ 10ഓളം വലിയ പള്ളികളാണ് സുന്നികൾക്ക് നഷ്ടപ്പെട്ടത്. ബിദ്അത്തിന്റെ കക്ഷികൾ പിടിച്ചെടുത്തിട്ടുള്ളത്, വഹാബികൾ പിടിച്ചെടുത്തിട്ടുള്ളത്, അതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. കോഴിക്കോട് അങ്ങാടിയിൽ നിങ്ങൾ വന്നാൽ ആദ്യമായി നിങ്ങൾ കാണുന്ന ആ മുഹീദ്ദീൻ പള്ളി മുതൽ പട്ടാളപ്പള്ളി മുതൽ 10ഓളം 11ഓളം പ്രധാനപ്പെട്ട പള്ളികൾ, വലിയ പള്ളികൾ കോഴിക്കോട് അങ്ങാടിയിൽ വഖഫ് ചെയ്ത, സുന്നിക്ക് വഖഫ് ചെയ്ത പള്ളികൾ പിടിച്ചെടുത്തിരിക്കുന്നു. കോഴിക്കോടങ്ങാടിയിലെ മുഹീദ്ദീൻ പള്ളിയിൽ റാത്തീബ് ഖാന വരെ ഉണ്ടായിരുന്നു. റാത്തീബ് ഖാനക്കുള്ള സൗകര്യം വരെ ഉണ്ടായിരുന്ന ആ പള്ളി, മൗലിദ് കഴിച്ചിരുന്ന പള്ളി, റബീഉൽ അവ്വലിൽ വലിയ സമ്മേളനം നടന്നിരുന്ന പള്ളി, ഈ പള്ളികളൊക്കെയും സുന്നികൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. സുന്നികൾ ഒറ്റക്കെട്ടാകുന്നു എന്നാണ് ഈ സമ്മേളനം നൽകുന്ന സന്ദേശം. നിങ്ങൾ ഈ വക സമ്മേളനത്തിൽ നിങ്ങൾ സുന്നികൾ ഒറ്റക്കെട്ട്, അത് കഴിഞ്ഞിട്ട് സംഘടനാ മീറ്റിംഗ് പോയി കഴിഞ്ഞാലോ പിന്നെ അവിടെ ഒറ്റ ചവിട്ടാണ്, അവിടെ ഒറ്റക്കെട്ടില്ല. തമ്മിൽ അങ്ങോട്ട് കൊണ്ട് പാരക്കല്, ചവിട്ടല്, കുന്തല്, ഇറങ്ങിപ്പോക്ക്, ഉറങ്ങിപ്പോക്ക്, ഇതെല്ലാം നിങ്ങൾ ഒറ്റക്കെട്ട്. നിങ്ങൾ സമസ്തനെ ഏത് കോലത്തിലാക്കിയത്? നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലോ. എന്നിട്ട് പദം പറഞ്ഞ കാര്യമാണ്. എന്താന്ന് പറയണത്? സുന്നികളുടെ ഒരുപാട് പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണോ നഷ്ടപ്പെട്ടത്? സുന്നികളുടെ പള്ളികൾ പൂട്ടിയ താക്കോലുകൾ സെക്രട്ടറിയുടെ ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്ന് ഓട്ടയിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കേൾക്കാൻ ഒരു ചേലുണ്ടായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഈ പള്ളി നഷ്ടപ്പെട്ടത്? നിങ്ങൾ മഹാഭൂരിപക്ഷമുള്ള ഒരു മഹല്ലില്, 95% നിങ്ങൾ അനുയായികളുള്ള ഒരു മഹല്ലില് 2ഓ 3ഓ വഹാബി വിചാരിച്ച് ഞങ്ങളെങ്ങനെ പള്ളി നഷ്ടപ്പെടല്? അപ്പൊ എന്താ അത് കഥ? പള്ളിയുടെ ആളുകൾ മാറും, പള്ളി ഭരിക്കുന്ന ആളുകൾ മാറും,
സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും മുത്തവല്ലിമാരും പള്ളി കമ്മിറ്റിക്കാരുമാറും ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ മാറും. എല്ലാവർക്കും തൗഹീദ് മനസ്സിലാകും. അവരൊക്കെ ഇങ്ങനെ മാറുമ്പോ പള്ളി ഇങ്ങനെ ഞാനിപ്പോഴും ഖുറാഫിയാരോട് നിൽക്കുവോ? എന്ത് പൊട്ടത്തരാണ് ഈ പറയണത്? നിങ്ങളെ കൗമിന് പള്ളിയേറ്റ് വല്ല ബന്ധമുണ്ടോ? ഈ റബീഉൽ അവ്വൽ 12 ഓമാനൂർ ശ്രോതാക്കളെ നേർച്ചക്കും ബദരീങ്ങളെ നേർച്ചക്കും പള്ളിക്ക് കൊടുക്കണ ചോറ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുക എന്നല്ലാതെ അപ്പൊ പോലും ആ പള്ളിനുള്ളിൽ കയറി കൗമ് നിസ്കരിക്കൂല. ഇതല്ല നിങ്ങളെ കൗമ്. അപ്പൊ പള്ളിയുമായി ബന്ധമുള്ള ഇബാദത്തിനോട് താല്പര്യമുള്ള അള്ളാഹുവിന്റെ ദീനിനോട് താല്പര്യമുള്ള ആളുകൾ മാറുമ്പോ പള്ളി മാറും. അങ്ങനെയാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങൾ ആദ്യം നിങ്ങളെ കൗമിനെ പള്ളിനുള്ളിൽ കയറ്റാൻ നോക്കി. അതിനെന്ത് ചെയ്യണം? ആദ്യം അള്ളാഹിനെ കുറിച്ചുള്ള ബോധം കൗമിനുണ്ടാക്കി കൊടുക്കി. അതിനെന്ത് ചെയ്യണം? ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ഈ പിരാന്തന്മാരുണ്ടല്ലോ നിങ്ങളെ തലയിലേറ്റി കൊണ്ടു നടക്കുന്ന ആ ഔലിയാക്കളെ കഥകൾ കുത്തി നിറച്ച മാല കിതാബുകളും മൗലിദ് കിതാബുകളും പീറ കിതാബുകളും കീറ കിതാബുകളും തോട്ടിലേക്ക് വലിച്ചെറിയടോ. എന്നിട്ട് അള്ളാഹുവിലേക്ക് ജനങ്ങൾ തിരിച്ചു വിളിക്ക്. അപ്പൊ നിങ്ങളെ പള്ളിയിലൊക്കെ ആളുണ്ടാവും. ഇത് നിങ്ങളെ പള്ളിയിൽ പോയിട്ട് അള്ളാഹിന്റെ വല്ല ബന്ധമുണ്ടോ? അവിടെ ഇങ്ങനെ റാത്തീബിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ മുറ്റത്തി ചാടി കളിക്കാന്നല്ലാതെ എന്താ നിങ്ങളെ പള്ളിക്ക് അള്ളാഹിനായിട്ട് ബന്ധം? പള്ളിന്റെ ഉള്ളിൽ നിന്നിട്ടും യാ ഷെയ്ഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻകിലാബ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ പുരോഹിതന്മാരുണ്ടെന്നല്ലാതെ സാധാരണക്കാർക്ക് പള്ളിയായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾക്ക് പള്ളി നഷ്ടപ്പെട്ടുല്ലേ? നിങ്ങൾക്ക് തിരിച്ചു വേണല്ലേ? ഇങ്ങോട്ട് വരിങ്ങള്. അപ്പൊ സഹോദരങ്ങളെ, പള്ളി വെറുതെ നഷ്ടപ്പെട്ടതല്ല. ഈ സമുദായം മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇനിയും നഷ്ടപ്പെടും നിങ്ങൾക്ക്. നിങ്ങളുടെ സമസ്തയുടെ പ്ലാറ്റ്ഫോമിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ മാറ്റത്തിന്റെ ഗതിയിലാണ്. മാറ്റത്തിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മാറും. നിങ്ങളുടെ ഈ പുരോഹിതന്മാരുണ്ടല്ലോ, ഈ വഷളത്തരം പറയുന്ന പുരോഹിതന്മാരെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് ജനം കല്ലെറിയുന്ന കാലഘട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല രംഗത്തും. പുരോഹിതന്മാരെന്ന് കണ്ടു കഴിഞ്ഞാല് ആൾക്കാർക്ക് ഓക്കാനം വരാൻ തുടങ്ങി. മാത്രല്ല, ഇത് സമസ്തക്കാരനാണോ എന്നൊരു സാധാരണക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആളൊന്നല്ലോ എന്ന് പറയാൻ തുടങ്ങി. അല്ല, പെണ്ണ് കേസിലെ പ്രതിയാണോ ചോദിക്കണം ആര്? ഞാൻ അതിന്റെ ആളൊന്നുമല്ല, എനിക്കൊരു ബന്ധുവില്ല എന്ന് സാധാരണക്കാരൻ മാറി പറയാൻ തുടങ്ങി. മനസ്സിലായോ? ഇത് എന്തിന്റെ ഫലമാണെന്നറിയോ? സലഫികൾ ഇവിടെ നടത്തിയ ദഅവത്തിന്റെ ഫലമാണ്. സലഫികൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതിന്റെ ഫലമാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ സമസ്ത എന്ന് പറയുന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം 1 നൂറ്റാണ്ട് ആഘോഷിക്കാൻ നിൽക്കുക. നിങ്ങള് 1 നൂറ്റാണ്ടിന്റെ നിറവിലാണല്ലോ നിങ്ങള്. 1 നൂറ്റാണ്ടുള്ളത് നിങ്ങള് 10 കൊല്ലം മുന്നോട്ട് പോകില്ല. കണ്ടോളിങ്ങൾ ഇൻഷാ അല്ലാഹ്. കല്ലെറിയും നിങ്ങളെ. എന്തിനാണ് ഈ വൃത്തികെട്ട പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങളുടെ കൗമ ചോദിക്കും. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഓരോ പൊള്ളത്തരങ്ങളും വിഷലിപ്തമായ ആശയങ്ങളും നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അപകടകരമായ വാദങ്ങളും ഇനിയും പുറത്തു കൊണ്ടുവരാണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.